എന്റെ പേര് നാരായണമൂർത്തി. ബേസിക്കലി കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലിരിക്കെ ഈ സിസ്റ്റത്തിലെ നമ്മുടെ എല്ലാം അപ്ലൈനും എയർഫോഴ്സിലെ എന്റെ സുഹൃത്തുമായിരുന്ന ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞാണ് ഞാൻ ആർസിമിനെ അറിയുന്നത്. അപ്പോ ആരാണോ നമുക്ക് ആർസിം ആദ്യം പറഞ്ഞു തന്നത് അവരാണ് ആർസിമിനെ സംബന്ധിച്ച നമ്മുടെ പ്രഥമ ഗുരു, അല്ലെ? അപ്പോ അദ്ദേഹം ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ആർസിം എന്താണെന്ന് അറിയുമായിരുന്നില്ല. ഞാൻ ആർസിം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാനൊരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ട് ഒരു പക്ഷെ തുടരുമായിരുന്നു. എങ്കിൽ നമ്മൾ തമ്മിൽ കാണാനുള്ള അവസരം പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം എന്നോടൊപ്പം എയർഫോഴ്സിൽ ഉണ്ടായിരുന്നവരിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇന്ന് നമ്മളോടൊപ്പം ആർസിമിലുള്ളൂ. അപ്പൊ ഏതായാലും എനിക്ക് ആർസിം പറഞ്ഞത് നമ്മുടെ ഗോപകുമാർ സാർ, അതുപോലെ പിന്നീട് നാം ഇന്ന് കാണുന്ന തരത്തിൽ ആർസിം വളരുന്നതിന് നമുക്ക് വഴികാട്ടിയും അത്താണിയും ഗൈഡും ഒക്കെ ആയി വന്നിട്ടുള്ള ധാരാളം ലീഡേഴ്സ്. അതില് പ്രഥമ ഗണനീയനാണ് നമ്മുടെ ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്ര ഭട്ട് സാർ. ഇതിക്കെല്ലാം ഉപരി ഇങ്ങനെ ഒരു സംവിധാനം TCG രൂപകൽപ്പന ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെ? അദ്ദേഹം 2000 ഓഗസ്റ്റിലാണ് RCM സ്റ്റാർട്ട് ചെയ്തതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇന്ന് നമ്മള് 26 വർഷം പിന്നിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 26 വർഷം എത്തി നിൽക്കുകയാണ്. ലോകത്തിൽ തന്നെ വലിയൊരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് RCM. അത് ആർക്കറിയാം? ആർസിംകാർക്ക് മാത്രമേ അറിയൂ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഈ ഗുരുപൂർണിമ ദിനത്തിൽ നമുക്ക് ആർസിമിനെ ഒന്ന് പരിചയപ്പെടാം, അല്പം കൂടെ വിശേഷമായിട്ട്. കാരണം ഇതൊരു മഹാസാഗരമാണ്. കേൾക്കുമ്പോഴേ അത്ഭുതമാണ്, കാണുമ്പോൾ അത്ഭുതം അതിശയമായിട്ട് മാറും. പിന്നെ അങ്ങോട്ട് രഹസ്യങ്ങളാണ്. അതല്ലേ കടലിന്റെ സ്വഭാവം. അതുപോലെയാണ് ആർസിം. 26 വർഷം ആകുമ്പോഴും ആർസിം എങ്ങും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? തീർച്ചയായിട്ടും 1 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ ഒന്നും പറഞ്ഞു വെക്കാൻ പറ്റുന്നതല്ല ഇതിന്റെ അപാരമായ സാധ്യതകൾ. ഇന്ന് ആർസിമിൽ 2005 ഗോകുമാർ സാറിന്റെ നിർബന്ധത്തിന് വിധേയനായി ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ എനിക്കതിന്റെ സാധ്യത മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ആദ്യമായി എനിക്കൊരു വരുമാനം കിട്ടിയപ്പോൾ ഈ വരുമാനം വരുന്ന വഴി എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യെസ്, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. ആർസിമിന്റെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാണ് ആർസിമിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം. അങ്ങനെ ആർസിം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ഞാൻ ആദ്യമായി ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. അന്ന് ആ മീറ്റിംഗിൽ 34 പേരുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. നേരായ മാർഗത്തിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ആർസിം തരുന്നത്. അത്രമാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. എനിക്ക് ആദ്യമായി കിട്ടിയ വരുമാനം 834 രൂപ. അത് കമ്പനിയുടെ എന്റെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ അത് നേരായ മാർഗത്തിൽ വരുന്ന വരുമാനമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് കൊണ്ട്, ഈ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം വീട്ടിലേക്ക് വരുമെങ്കിൽ തീർച്ചയായിട്ടും അത് നിരസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ മാത്രമേ ഞാൻ ഇതിനെ കണ്ടുള്ളൂ. പക്ഷെ പിന്നീട് ഓരോരോ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആർസിമിനെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അവസരമുണ്ടായി. അങ്ങനെ 2006 വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആർസിമിന്റെ സാധ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അഥവാ എനിക്ക് വിഷൻ ക്ലിയർ ആയി. അപ്പോ വിഷൻ ക്ലിയർ ആയി എന്ന് പറയുമ്പോൾ എന്താണ് വിഷൻ? ഇന്നില്ലാത്തത് നാളെ എന്താകുമെന്ന് കാണാൻ കഴിയുന്നതിനെയാണല്ലോ നമ്മൾ വിഷൻ എന്ന് പറയുക. അങ്ങനെ ആർസിമിലൂടെ എനിക്ക് എൻ്റെ ഭാവി ജീവിതം കാണാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എയർഫോഴ്സിലെ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എത്താൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. അതിനേക്കാൾ ഉപരി ആർസിമിലൂടെ എനിക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. അല്പം കൂടെ സമ്പന്നമായ ഒരു ജീവിത മാർഗം എനിക്ക് കിട്ടും. ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലാക്കണം, ഇന്ന് നാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ബഹുഭൂരിപക്ഷവും അന്നുണ്ടായിരുന്നില്ല. ഹെൽത്ത് കാർഡ് ഇല്ല, ഗാമോർസോൾ ഇല്ല, ന്യൂട്രിചാർജ് ഇല്ല, ഹരിതജീവനി ഇല്ല, കീസോൾ ഇല്ല, ഗുഡ്ഡോട്ട് ഇല്ല, പെയിന്റ് ഇല്ല. മാത്രമല്ല, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മറ്റു പലതും അന്നുണ്ടായിരുന്നില്ല. മധുസയ്യം ഉൾപ്പെടെയുള്ള ഇന്ന് ജനപ്രിയമായ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് 6 വർഷം കൊണ്ട് ആർസിം എവിടെ എത്തി എന്ന് കാണുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആർസിം എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ഇതിന്റെ സാധ്യത എന്താണെന്ന് എനിക്ക്
മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ് എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് RCM ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അന്ന് ഞാൻ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇന്ന് എൻ്റെ ടീമിലുള്ള അച്ചീവർമാരിൽ ആരെങ്കിലേക്ക് ഉണ്ടാകുമെന്നുള്ള യാതൊരു ഉറപ്പും എനിക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ ഓരോരുത്തരെയും പോലെ ഒറ്റയ്ക്കാണ് ഞാൻ RCM ജോയിൻ ചെയ്തത്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പൂർണ്ണമായി RCM ഇറങ്ങുമ്പോൾ സത്യത്തിൽ എനിക്ക് കമ്പനിയുടെ പശ്ചാത്തലത്തെക്കുറിച്ചോ കമ്പനിയിലെ സീനിയർ ഒഫീഷ്യൽസിനെ കുറിച്ചോ ഈവൻ TCGയെ കുറിച്ചോ പോലും കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്ലൈൻ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ് ബിലീഫ്. ഒരു തീരുമാനം എടുക്കുന്നത് ഒന്നാമത്തെ കാര്യം അവനവനുള്ള വിശ്വാസം. ഇത്രയും കാലം കൊണ്ട് ഇത്ര ആളുകൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായി നമ്മുടെ നിലവാരത്തെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ യെസ്, അവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയും എന്ന് അവനവനുള്ളൊരു വിശ്വാസം. ഞാൻ പറയും, ആരെങ്കിലും ചെയ്താൽ ഞാനും ചെയ്യും, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യും. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എയർഫോഴ്സിലെ ജോലി ഒഴിവാക്കിക്കൊണ്ട് ഞാൻ RCM ഇറങ്ങി. പിന്നീട് അങ്ങോട്ട് കൂടുതൽ പഠിക്കും തോറും നാം വളരുന്നു, നമ്മുടെ ടീം വളരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ആരും കൊതിക്കുന്ന ഒരു വലിയ പൊസിഷനിലാണ്. സഫയർ എന്ന് പറയുന്ന പൊസിഷൻ ഞാൻ RCM വന്നിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് ഒരു സഫയറിനെ കണ്ടത്. ഞാൻ ആദ്യം കാണുമ്പോൾ ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാർ സ്റ്റാർ പേൾ അച്ചീവർ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തെ മാത്രമാണ് സഫയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ RCM ഒരു കോർ ലീഡർ ആയതിനു ശേഷമാണ് മറ്റ് കോർ ലീഡേഴ്സിനെയൊക്കെ എനിക്ക് പരിചയപ്പെടാനും പിൻ പൊസിഷനെ കുറിച്ച് വ്യക്തമായ ധാരണ പോലും ഉണ്ടാകുന്നത്. അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ക്യാപ്ഷൻ എന്തായിരുന്നു? നെല്ലും പതിരും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ വെച്ചത്? നെല്ലും പതിരും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നല്ലതും ചീത്തയും എന്നാണ്. എന്താണ് ഈ നല്ലതും ചീത്തയും? RCM ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതെന്ന് ഒരു പക്ഷേ അറിയത്തില്ലാത്ത ആളുകൾ കാണും, അല്ലെ? അറിയാവുന്നവർ കാണും. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു PPTയുടെ സഹായത്താൽ ചെറിയ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, നെല്ലും പതിരും എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും എന്നുള്ള അർത്ഥം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നല്ലതും ചീത്തയും എന്നുള്ള ഒരു സംസാരത്തിന് ഇവിടെ ആവശ്യം? നമ്മളാണ് നല്ലത്, RCM ആണ് നമ്പർ 1 എന്ന് ആര് പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക? ആര് പറഞ്ഞാലാണ് നമ്മൾ വിശ്വസിക്കുക? അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസം. ഒന്ന്, അവനവനിൽ വിശ്വാസം ഉണ്ടാവും. 2, ഈ സിസ്റ്റത്തിൽ വിശ്വാസമാണ്. എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത്? RCM എന്താണ്? ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം ഒരു സാധാരണക്കാരന് മനസ്സിലാകാത്ത ഒരു രഹസ്യമാണ്. നോക്കൂ, ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം പല ഇടത്തട്ടുകാരിലൂടെ കൈമറിഞ്ഞ് പരസ്യത്തിന് വിധേയമായി ഒരു ഉപഭോക്താവിൽ എത്തുമ്പോൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഈ കാണിച്ചിരിക്കുന്നതല്ല, 5 മുതൽ 8 ഇരട്ടി വരെ വില കൂടുതൽ കൊടുത്തിട്ടാണ് ഒരു ഉപഭോക്താവിന് ഉൽപ്പന്നം വാങ്ങിക്കേണ്ടി വരുന്നത്. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ആ ഗുണനിലവാര നിഷ്കർഷയോടുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ആകാതെ ന്യായവിലയ്ക്ക് ഉപഭോക്താവിൽ എത്തുന്നു. അതാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഒരു കണക്ക് വെച്ച് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാം കൊണ്ടും നമ്പർ 1 ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു കമ്പനിയാണ് RCM. RCM ഇന്ന് 26 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 26 years ഓഫ് എക്സലൻസ്. RCMനെ കുറിച്ച് പറയുമ്പോൾ ട്രൂ, ട്രാൻസ്പെറന്റ് ആൻഡ് ഓണസ്റ്റ്, ശരിയാണ്, സുതാര്യമാണ്, സത്യമാണ്. 100% RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് 2 ദശാബ്ദമായിട്ട് RCMൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. മാത്രമല്ല ഓരോ മാസവും നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാകുന്നു, വളർച്ച ഉണ്ടാകുന്നു. വളർച്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പുതിയ കുടുംബങ്ങൾ RCMലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നു. അവർക്ക് ആരോഗ്യപരമായ നേട്ടമുണ്ടാകുന്നു, അവരുടെ ചെലവ് കുറയുന്നു. ഓപ്ഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവർക്ക് വരുമാനത്തിലുള്ള വഴിയും ഉണ്ടാകും. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിഭയെന്നോ ധിഷണാശാലി എന്നോ ദീർഘവീക്ഷണമുള്ള ആളെന്നോ ഒക്കെ നമുക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ TCG തിലക് ചന്ദ് ഛബ്ര. അദ്ദേഹം 2000 ഓഗസ്റ്റിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ രൂപകൽപ്പന
നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആർസിമിലയുടെ ജീവിതം ആസ്വദിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ ആകുമായിരുന്നു എന്ന് ആലോചിക്കണം. അപ്പോ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തെ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. സക്സസ്, ആർസിമിൽ സക്സസ് എന്ന് പറയുമ്പോൾ TCJ പറയുന്നത് ഗ്രോത്ത് കൊണ്ടാണ്. ഗ്രോത്ത്, വളർച്ച അളക്കുന്നത് PV കൊണ്ടാണ്. PV, പർച്ചേസ് വോളിയം. അത് എങ്ങനെയാണ് പർച്ചേസ് വോളിയം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതിന് പല വഴികളുണ്ട്. അത് അളക്കാനായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. ആർസിമിൽ അസോസിയേറ്റ് ബയർ ആയിട്ടുള്ള ആളുടെ സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും കാണാം എത്രമാത്രം നമുക്ക് പുരോഗമനം ഉണ്ടാകുന്നു. ഇപ്പോൾ സൈറ്റിൽ വലിയ മാറ്റങ്ങളൊക്കെയാണ് വരുത്തിയിരിക്കുന്നത്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമുക്ക് ഓടാതിരിക്കാൻ കഴിയില്ല. കാരണം പലർക്കും അവരുടെ സൈറ്റിൽ കാണുന്നത് ഒരു ചുവപ്പ് കളറായിരിക്കും. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് എല്ലാ ദിവസവും ഗ്രോത്ത് കൊണ്ടുവരുന്ന ആളുകൾക്ക് എപ്പോഴും അവരുടെ സൈറ്റിൽ പച്ച കളറായിരിക്കും. ചില ആളുകൾക്ക് രാവിലെ ചുവപ്പായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും പച്ചയാവും. ഇപ്പൊ കുറച്ച് ശ്വാസം വരും. രാവിലെ എണീക്കുമ്പോൾ വീണ്ടും ചുവപ്പായിരിക്കും. പക്ഷെ എന്ന് നോക്കിയാലും പച്ചയായിട്ട് നിലനിർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രവർത്തന നിരതരായുള്ള ആളുകളുടെ ഒരു കൂട്ടായം നമുക്ക് ശക്തമായിട്ടുണ്ടാവും. അതാണ് സക്സസ്. അങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഈ സിസ്റ്റം പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് സമാധാനിക്കാൻ കഴിയുക. അതല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടായിട്ട് നമ്മൾ വേണ്ടവണ്ണം ചെയ്യുന്നില്ലെന്ന് പറയേണ്ടി വരും. അപ്പോ ഇത്തരത്തിൽ നമുക്ക് സക്സസ് വേണമെങ്കിൽ ഫാക്ടേഴ്സ് ഗവേണിംഗ് സക്സസ് ഇൻ RCM ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്ന് നോക്കാം. വാട്ട് യു ഷുഡ് ബിക്കം, അതാണ് നിങ്ങൾ ആരായി തീരണം, നിങ്ങൾ എങ്ങനെയാവണം എന്നുള്ളതാണ് ഒരാളുടെ വിജയത്തിന്റെ ആധാരമായിട്ട് നമുക്ക് ഇതിൽ പറയാവുന്നത്. കാരണം ഫാക്ടേഴ്സ് ഗവേണിംഗ് യുവർ സക്സസ് ഇൻ RCM ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. ഒന്ന്, പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. പ്രൊഡക്റ്റ് നോളജ് തീർച്ചയായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലാണ്, പഠിക്കാം അല്ലേ. അതുപോലെ ഔട്ട്ലെറ്റുകള്, നല്ല കാര്യശേഷിയുള്ള കെയറിംഗ് ആയിട്ടുള്ള ഒരു അപ്ലൈ നമ്മുടെ നിയന്ത്രണത്തിലാണോ? ഒരിക്കലും അല്ല. നമ്മൾ അങ്ങനെ ഒരു ടീമിലാണ്, അങ്ങനെ ഒരു അപ്ലൈന്റെ ടീമിലാണ് വന്നതെങ്കിൽ ഭാഗ്യം. അതല്ലെങ്കിൽ യു ഹാവ് ടു മാനേജ്. നല്ല ഒരു സ്ട്രോങ് ടീം നിങ്ങൾക്കുണ്ടാവുക എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സക്സസ് ഉണ്ടാകുന്നില്ലെങ്കിൽ, വിചാരിച്ചത് വളർച്ചയുണ്ടാകുന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ പഴിക്കുന്നത് നമ്മുടെ ടീമിലുള്ളവരെയാണ് അല്ലേ. എന്റെ ടീമിലുള്ളവർ ശരിയല്ല. ഞാൻ പറഞ്ഞത് ഇതൊന്നും നേരിട്ട് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ആണോ? അല്ല. എന്നാൽ നമ്മുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമുണ്ട്. അത് ആദ്യം ശരിയാക്കുക. എന്താണത്? അതാണ് TCJ പറയുന്നത്, ഒരു നല്ല മനുഷ്യനാവുക. RCMൽ സക്സസ് ആകാൻ മറ്റൊന്നും വേണ്ട. യു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അങ്ങനെ ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നല്ലവരെ ആളുകൾ ഓർക്കും, ആദരിക്കും, ബഹുമാനിക്കും അല്ലെ. മറ്റുള്ളവർ നമ്മളെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ശരിയല്ലേ. പലതരത്തിലുള്ള ആളുകളുണ്ട് അല്ലെ. മോശം ആളുകളെ ആളുകൾ വെറുക്കും, അടുപ്പിക്കില്ല. അവരുടെ പേര് പോലും പറയാൻ ആളുകൾ ഇഷ്ടപ്പെടില്ല. ആ കാര്യം ഇവിടെ പറയണ്ടെന്ന് പറയും അല്ലെ. ഇതിനിടയിലുണ്ട് കുറെ ആളുകൾ, മറ്റുള്ളവരെ ആരും അറിയാനിടയില്ല, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അവരുടെ ആയുസ് തീർത്തു പോകും, ആരും അവരെ അറിയില്ല. ഇതിൽ എങ്ങനെയുള്ളവരാകാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്? ആദ്യത്തെ കാറ്റഗറി ആണോ? രണ്ടാമത്തെ കാറ്റഗറി ആണോ? മൂന്നാമത്തെ കാറ്റഗറി ആണോ? രണ്ടാമത്തെ കാറ്റഗറിയിലൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട് അല്ലെ. നമുക്ക് പറയാം, ദാവൂദ് ഇബ്രാഹിം എന്താണ്, അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. എങ്ങനെയാണ്? കുപ്രസിദ്ധി. ആൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, അയാൾ എവിടെയാണെന്ന് ആരും അറിയാത്ത തരത്തിൽ എത്രയോ സമ്പന്നനാണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്നിട്ടും അദ്ദേഹം എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു, വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ. പക്ഷേ നല്ലവരായി നമുക്ക് ജീവിക്കണം. അത് മാത്രമാണ് RCMൽ സക്സസ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പം നല്ലവര് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ആരാണ് നല്ലവര്? നല്ലവരാരാണെന്ന് ഓർക്കുന്നതിന് മുമ്പ് മോശം ആരാണെന്ന് ഓർക്കുകയാണെങ്കിൽ നല്ലത് ഓർക്കാൻ ഒന്നുകൂടെ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ മോശം ആളുകൾ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലുള്ളവരാണ്, എന്തൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ മോശം ആളുകൾ എന്ന് പറയുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതാം. മോശം ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ മോശക്കാരായിട്ട് കാണണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു ചിന്താഗതി ഉണ്ടാവില്ലേ? അവരുടെ താല്പര്യത്തിനനുസരിച്ച് നോക്കിക്കോളൂ. എന്റെ അഭിപ്രായത്തിൽ കള്ളം പറയുന്നവര് മോശക്കാരാണ്. ശരിയല്ലേ?
അകാരണമായി കോപിക്കുന്നവർ, അകാരണമായിട്ടില്ല, കാരണം ഉണ്ടെങ്കിലും കോപിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ കോപിക്കുന്ന സ്വഭാവം അങ്ങനെയുള്ളവരെ ആളുകൾ മോശക്കാരായിട്ട് കാണുള്ളൂ. മറ്റെന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെങ്കിലും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ അവരെ ആളുകൾ ഇഷ്ടപ്പെടാൻ പ്രയാസം. മോഷണം, ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ സമ്പന്നരായ സമൂഹത്തിലെ വലിയ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാള്, മോഷണം പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ്. ഇവര് പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന കട്ട്ലറീസ്, സ്പൂണും ഫോർക്കും ഒക്കെ എടുത്ത് കോട്ടിന്റെ പോക്കറ്റിലോട്ട് വെക്കളയും. അങ്ങനെയൊക്കെയുള്ള മോഷണമൊക്കെ ചെയ്യുന്ന ആളുണ്ട്. മോശക്കാരല്ലേ? അത് ചെറിയ മോഷണം പറഞ്ഞത്, വലിയ മോഷണം ചെയ്യുന്ന ആളുകളുണ്ട്. ചതി, എന്താണ് ചതി എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. വിശ്വാസവഞ്ചന, സ്വാർത്ഥത, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? ഇനിയും ഉണ്ടാവും. ലിസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മോശക്കാരായ ആളുകൾ. എന്തിനാ ഇവിടെ പറഞ്ഞത്? നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ബഹുജനം പലവിധം. ഇത്തരത്തിലുള്ള ഏത് സ്വഭാവമുള്ളവരും നമ്മുടെ കൂടെ വരാം. കാരണം ആർഎസ്എമ്മിലേക്ക് നമ്മൾ നടത്തുന്നത് ഒരു റിക്രൂട്ട്മെന്റ് അല്ല. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഉയരം, വണ്ണം, പൊക്കം, തൂക്കം, വിദ്യാഭ്യാസ യോഗ്യത, ഇതൊക്കെയുള്ള ആളുകളെ സെലക്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതിനെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. ഇത് അങ്ങനെയല്ല. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം അല്ലെ? 18 വയസ്സായ ID പ്രൂഫ് ഉള്ള, ഫോട്ടോ ഉള്ള, അക്കൗണ്ട് പ്രൂഫ് ഉള്ള ഏതൊരു ഇന്ത്യക്കാരനും ആർഎസ്എമ്മിൽ അസോസിയേറ്റ് ആകാം. എന്നെ പോലെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരാളുടെ ടീമിൽ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ ജോയിൻ ചെയ്യും. ഇവരെ പരിശോധിക്കാൻ വല്ല വഴിയുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ആ വരുന്ന ആളുകൾ വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ മിടുക്കരാക്കിയില്ലെങ്കിൽ, നല്ലവരാക്കിയില്ലെങ്കിൽ എന്റെ ടീമിന്റെ നിലവാരം മോശമാകും. അത് എനിക്ക് ദോഷം ചെയ്യും, നമുക്ക് ഓരോരുത്തർക്കും ദോഷം ചെയ്യും. ശരിയാണോ? കള്ളം പറയുന്ന ഒരാള് എന്റെ ടീമിലുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമല്ല എന്റെ ടീമിന് മുഴുവൻ അത് അപമാനത്തിന് കാരണമാകും. ദുർവാസാവിനെ പോലെ കോപിക്കുന്ന ഒരാള് എന്റെ ടീമിലുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല എന്റെ ടീമിനും ഈ സിസ്റ്റത്തിനും അതൊരു ബാധ്യതയായിട്ട് വരും. മോഷണമോ ചതിയോ വിശ്വാസവഞ്ചനയോ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ അവരെ തിരുത്തണം. അവരെ തിരുത്തി ആർഎസ്എമ്മിന്റെ വിഷൻ അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്തിനാണ് അവർ വിശ്വാസവഞ്ചന ചെയ്യുന്നത്? എന്തിനാണ് മോഷണം നടത്തുന്നത്? എന്തിനാണ് ചതി ചെയ്യുന്നത്? താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ്. 146 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ കഷ്ടിച്ച് 1 കോടി ആളുകൾ മാത്രം ആർഎസ്എമ്മിന്റെ ഏതെങ്കിലും തരത്തിൽ ഉപഭോക്താക്കളായി എത്തിയിട്ടുള്ള 26 വർഷമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 146 കോടിയിലേക്ക് ആർഎസ്എം എത്തുമ്പോഴേക്കും ഇന്ത്യ വീണ്ടും ഒരു 146 കോടി വളർന്നിട്ടുണ്ടാകും. നമുക്കൊരു പഞ്ഞം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വിശ്വാസവഞ്ചന, സ്വാർത്ഥത. 31-ാം തീയതി ആകുമ്പോൾ ഒരു ബിസിൽ വിളിച്ചു പറയും, സാറേ എനിക്കൊരു 5000 BV കുറവുണ്ടെന്ന് അടിച്ചു തരണേ, ഞാൻ രാവിലെ വന്ന് സാധനം എടുത്തോളാം. 5000 BV അടിച്ചു കൊടുത്ത് പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ്. പരിധിക്ക് പുറത്താണ്. വരാറില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഉദാഹരണങ്ങൾ പലതും പറയാനുണ്ട്. സ്വാർത്ഥത. ഒരു ആർഎസ്എമ്മിന്റെ ഷോപ്പില് ഒരു കസ്റ്റമർ വരുന്നു. അവർ ഓൺലൈനൊക്കെ കേട്ട് ഗാർഡൻ ഗോൾഡിനെ കുറിച്ചൊക്കെ കേട്ടു. വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഗാർഡൻ ഗോൾഡ് ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് നിങ്ങളുടെ ലീഡറോട് ചോദിക്കൂ. ആരാ പറയുന്നത്? ഷോപ്പിലിരിക്കുന്നയാള്. അവിടെ നമ്മൾ പറയാറുണ്ട്, ഷോപ്പിന്റെ ആർഎസ്എമ്മിന്റെ വണ്ടർ വേൾഡ് കുക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നെവർ അപ്പോയിന്റ് എ സ്റ്റാഫ്, അപ്പോയിന്റ് എ പ്രൊമോട്ടർ. ആർഎസ്എമ്മിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാളെ മാത്രമേ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാവൂ. നിങ്ങൾ കട അടച്ചിട്ടുള്ളൂ. ഇതുപോലെ സിസ്റ്റത്തിനും ആളുകൾക്കും നാണക്കേടും ചിത്തപ്പേരും ഉണ്ടാക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ആർഎസ്എമ്മിന്റെ ഷോപ്പിൽ ഔട്ട്ലെറ്റിൽ ഇരുത്താൻ പാടില്ല. TCG പറയുന്നത് ആർഎസ്എം സേവാ കേന്ദ്ര എന്നാണ്. ആളുകൾക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ പ്രതിഫലേച്ഛയില്ലാതെ സേവനം ചെയ്യുന്നതിനെയാണ് സേവാ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ഗാർഡൻ ഗോൾഡ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ലീഡറോട് പറയൂ എന്ന് പറയുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ആളുകൾ ആരാണെന്ന് അറിഞ്ഞാൽ വേറെ എവിടെയും കാത്തിക്കണ്ട, എൻ്റെ അടുത്തേക്ക് എത്തിക്കൂ. അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം. കാരണം തിരുത്തി അവരെ നമ്മുടെ സിസ്റ്റത്തിന്റെ
അതിന്റെ വ്യാപ്തി, അതിന്റെ സാധ്യത അവരെ പറഞ്ഞു കൊടുക്കണം. ഇത് കേരളത്തിൽ മാത്രമുള്ള കാര്യമല്ല, എല്ലാവരും ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല കാര്യം എത്ര ചെയ്താലും ആരും ഒന്നും പറയില്ല. മോശം എന്തെങ്കിലും ചെയ്താലേ ആളുകൾ അറിയൂ, അതേ പറയൂ. സഫേർ എന്ന നിലയ്ക്ക് ഒരു മാസം ഏകദേശം 10-12 കോടി രൂപ എന്റെ ടീമിലുള്ളവർക്ക് വരുമാനമായി കിട്ടുന്നുണ്ട്. സാറേ എനിക്ക് കമ്മീഷൻ കിട്ടി കേട്ടോ, താങ്ക് യു എന്ന് പറയാൻ ഇതുവരെ ആരും എന്നെ വിളിച്ചിട്ടില്ല. ഉണ്ടോ? വിളിക്കുന്ന എപ്പോഴാ? സാറേ എനിക്ക് കമ്മീഷൻ കിട്ടിയില്ല, എന്റെ കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കിട്ടാത്ത കാര്യം പറയാനേ വിളിക്കാറുള്ളൂ. അതാണല്ലോ നമ്മുടെ സിസ്റ്റം. ഞാൻ പറഞ്ഞത് സിസ്റ്റത്തിന് വിരുദ്ധമായി പെരുമാറുന്നത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും അവരുടെ സ്വഭാവമാണെങ്കിലും അവരെ തിരുത്തി നമ്മുടെ കൂടെ നിർത്തിയില്ലെങ്കിൽ നമുക്ക് ബാധ്യതയാകും, നമുക്ക് ചീത്തപ്പേരാകും, നമുക്ക് പ്രയാസമാകും, നമ്മുടെ വളർച്ചയ്ക്കത് തടസ്സമാകും. സ്വാർത്ഥത വലിയൊരു പ്രശ്നമാണ്. സാധനം വാങ്ങിക്കാൻ ഒരു ഷോപ്പിൽ ചെല്ലുന്നു, നല്ല രീതിയിൽ സാധനം വാങ്ങിക്കുന്ന കാണുമ്പോ ചോദിക്കും, അല്ല ഏത് ടീമിലാ? സാറ് ഇങ്ങനെ നെഗറ്റീവ് പറയാനാണോ ഇരിക്കുന്നത്? നെഗറ്റീവ് ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? പറയണമല്ലോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ, നമ്മൾ വളരെ മിടുമിടുക്കരായിട്ട് കരുതുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്നത്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, എന്റെ ടീമിലുള്ളവർ അങ്ങനെ ചെയ്താൽ മിണ്ടണ്ടെന്നേ, സാരയില്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്ന ആളുകളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. മോശമാണ്, നമുക്ക് ചിത്തപ്പേരാകും, ബാധ്യതയാകും. ഒരിക്കലും ചെയ്യരുത്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് TCG. എന്താ പറയുന്നത്? ആർസിഎമ്മിൽ ഒരാൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അയാളെ സ്വന്തം ബന്ധുവിനെ പോലെ കാണണം. അത് ഏത് ടീമെന്ന് നോക്കാൻ പാടില്ല. ഇമ്പാർഷ്യൽ സർവീസ് കൊടുക്കാൻ പറ്റണം. ഒരു കാരണവശാലും ആർസിഎമ്മിൽ ഐഡിയ ഉള്ള ഒരാൾക്കോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ മറ്റൊരു ടീമിൽ ഐഡിയ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്താൽ അത് നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, അങ്ങനെ എടുത്തത് എപ്പോഴെങ്കിലും അറിഞ്ഞാൽ, എന്നറിഞ്ഞാലും ആദ്യത്തെ ഐഡി ലൈവായിരിക്കുന്ന സമയത്ത് സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ രണ്ടാമതൊരു ഐഡി എടുത്താൽ ആ ഐഡി എടുത്ത കാര്യം എന്നാണോ സിസ്റ്റത്തിന് മുമ്പിൽ മനസ്സിലാകുന്നത്, ആ ഐഡി ടെർമിനേറ്റ് ആവും. അപ്പോൾ പഴയ ഐഡി ടെർമിനേറ്റ് ആയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതും പോയി, പിന്നീട് പുതിയ ഐഡി എടുക്കേണ്ടി വരും. ഈ അടുത്ത ദിവസം ഒരു ലീഡർ എന്നെ വിളിച്ച് ചോദിച്ചു, സാറേ എങ്ങനെയോ അറിയാതെ അദ്ദേഹത്തിന്റെ പേരിലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലും വേറൊരു ടീമിൽ ഐഡി എടുത്തു പോയി. ഞാൻ പറഞ്ഞു, നമ്മളോട് പറയാൻ കൊള്ളാം, അറിയാതെയാണ് ഐഡി എടുത്തത്. അറിയാതെയാണ് എടുക്കുന്നത്. എന്റെ മൊബൈലിലേക്ക് വരുന്ന OTP എടുത്തു കൊടുക്കുന്നത് അറിയാതെയാണോ? അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്. എന്തിനു വേണ്ടിയാ? അറിയാതെ തന്നെ. എന്തിനു വേണ്ടിയാ? ആ പഴയ പവറുള്ള ഐഡി ഒന്ന് ലൈവാക്കി കിട്ടിയാൽ കൊള്ളാം. സ്വാർത്ഥത. ഇതൊന്നും ഇവിടെ വില പോകില്ല. ഉപദ്രവം എന്താ ചെയ്തത്? മറ്റൊരു ടീമിലുള്ള ആളെ ഇങ്ങോട്ട് മാറ്റുന്നത് ഉപദ്രവമല്ലേ? ഇനിയും ഉണ്ട് കേട്ടോ മോശക്കാർ ഒത്തിരി തരത്തില്. ഞാൻ അത് അങ്ങനെ പറഞ്ഞു പോയ ഒത്തിരി ആവും. അപ്പൊ മോശക്കാരായിട്ട് പൊതുവെ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ആണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരാരെങ്കിലും നമ്മുടെ ടീമിലുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടാനല്ല ഞാൻ പറയുന്നത്, അവരോട് പറയണം, താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അഭ്യാസങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പൊന്നുതമ്പുരാൻ കനിഞ്ഞനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആയുസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ഈ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും. എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലവരായിരുന്നാ മതി. നല്ലവരായിരിക്കുക. എങ്ങനെയുള്ളവരെയാണ് നല്ലവരായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? സൗമ്യത, ആത്മാർത്ഥത, സ്നേഹം, സഹായമനസ്ഥിതി, കരുണ, സന്തോഷം. അല്ലെ? ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ ദിവസം പിന്നെ നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് വയറ് നിറയണം. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. അല്ലെ? അങ്ങനെ ആകണം. പുരുഷോത്തമനോ പുരുഷോത്തമയോ ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. നിഷ്പക്ഷത, കരുതൽ, കെയർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് നല്ലവരെന്ന് പറയുക. ഇനിയും TCGയുടെ കരുതൽ ഇനിയും കുറച്ചുകൂടെ അല്പം കൂടെ ഡീപ്പായിട്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നല്ലവരായിരിക്കുക. ആർസിഎമ്മിൽ സക്സസ് ആകണമെങ്കിൽ നല്ലവരാവുക. ആര് തീരുമാനിക്കണം? അവനവൻ തീരുമാനിക്കണം. ഈ 2 സ്ലൈഡിലും കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾ സ്വയം ഒരു അപഗ്രഥനം നടത്തൂ. ആദ്യം അവനവനൊരു മാർക്ക് ഇടും. എത്ര മാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും? എവിടെയാണ് എൻ്റെ മാർക്ക് പോയിരിക്കുന്നത്? തിരുത്തും. എൻ്റെ ടീമിലുള്ള ഓരോരുത്തരെയും നിങ്ങൾ വിലയിരുത്തും.
എവിടെയാണ് ആളുകൾക്ക് മാർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത്, മാർക്ക് കൊടുക്കൂ. എവിടെയാണ് കുറയ്ക്കേണ്ടത്, തിരുത്തൂ. അവർക്കും 100 മാർക്ക് കിട്ടാനുള്ള പണി ചെയ്യണം. അല്ലേ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ആർസിമില് സക്സസ് ആയ ആളുകൾ ആരാ, അല്ലെങ്കിൽ ആരാണ് സക്സസ് ആകുന്നത്? നല്ലവരാണ്. അങ്ങനെ സക്സസ് ആയ ആളുകളുടെ കൂടെ കൂടിയാൽ അവരും നല്ലവരായിട്ട് മാറും. തത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ എന്താന്ന് പറയാ, കേട്ടിട്ടില്ലേ? എന്റെ ബാക്കി പറയാൻ മറന്നുപോയി. അപ്പോ നല്ലവരാവുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. ഞാൻ മുമ്പ് ഒരു സ്ലൈഡ് കാണിച്ചിരുന്നു. ആസം 26 വർഷം പിന്നിട്ടിരിക്കുന്നു. 22ാമത്തെ ആനിവേഴ്സറിയിൽ ഡയമണ്ട് സുരേന്ദ്രൻ സാർ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 22 വർഷം പിന്നിട്ട ഡയറക്ട് സെല്ലിംഗ് കയ്യിലെണ്ണാൻ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. KC ജബ്ബർ സാർ പറഞ്ഞു, ആർസ്യം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ 2 ലക്ഷത്തിലധികം കമ്പനികൾ പൂട്ടിപ്പോയി. 2 ലക്ഷത്തിലധികം കമ്പനികൾ പൂട്ടിപ്പോയി. ആർസ്യം 22 വർഷം കഴിഞ്ഞു എന്ന് അന്ന് പറയുന്നു. ഇന്ന് 26 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം ഇനി എത്ര പേര് പൊട്ടിപ്പോയെന്ന് അറിയില്ല. ഇതിനകം പുതിയതായിട്ട് തുടങ്ങിയതുണ്ടാവും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ ചതിയും വഞ്ചനയും ചെയ്ത് ആളുകളുടെ പണം നഷ്ടപ്പെടുത്തിയ ഇഷ്ടം പോലെ കേസുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് മലയാളികൾക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ വിവരമുള്ളവർ മലയാളികളാണ്. എത്ര കമ്പനികളുടെ പേര് പറയാൻ പറ്റും? എത്ര കമ്പനികളുടെ പേര് പറയാൻ കഴിയും? ഇപ്പോഴും ആർസിമിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അത്യാഗ്രഹം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും മറ്റു പല സിസ്റ്റത്തിന്റെയും പുറകെ ആളുകൾ പോകുന്നു. ആർസിം മോശമായിക്കോട്ടെ, വിട്ടേക്കൂ. പക്ഷേ നിങ്ങൾ എടുക്കുന്നത് നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക, ചെയ്യുന്നത് നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക, ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ആർസിമിൽ വരുന്ന ആളുകളെ തന്നെയാണ് അവർ ഉന്നം വെക്കുന്നത്. വിമർശനം പറയാൻ അവർക്കുള്ളത് ആർസിമിനെ കുറിച്ചാണ്. ഫേസ്ബുക്ക് പോസ്റ്റും മറ്റ് പല സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ എടുത്ത് എനിക്ക് കോപ്പി ചെയ്ത് അയച്ചിട്ട് ആളുകൾ പറയുന്നു, സാറേ അവര് പറയുന്നു ആർസിമിനെ കുറിച്ച് ഇങ്ങനെ. അവർ നേരിട്ട് പറയുന്നില്ല, ഇൻഡയറക്ട്ലി ആർസിമിനെ കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സദ്യക്ക് പോകുമ്പോഴേ വിളമ്പുമ്പോ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇലയിലല്ല, അടുത്ത ഇലയിലേക്കാണ് നോക്കുക. ശരിയല്ലേ? ആ ഇലയിൽ എത്ര ചക്കര വരട്ടി വന്നിട്ടുണ്ട്, ആ പഴത്തിന് എത്ര വലുപ്പമുണ്ട്, അല്ലേ? എത്രയാണെങ്കിലും അത് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? നമുക്ക് നമ്മുടെ ഇലയിലല്ലോ കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ എന്തുണ്ടെന്ന് കാണൂ. ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങി ഇന്ന് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, എല്ലാ ഉൽപ്പന്നങ്ങളും യഥേഷ്ടം. അതിലൊരു 10% ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താമെന്നേ, എവിടെ എത്താം. ഇന്ന് നമ്മൾ കാണുന്ന ആർസിമിലെ സോക്കോൾഡ് ലീഡേഴ്സ്, സക്സസ്ഫുൾ ആയവരായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന ലീഡേഴ്സിന്റെ ഒക്കെ പശ്ചാത്തലം നോക്കൂ. 5ാം ക്ലാസ് വരെ പഠിച്ച ആളുകൾ 10-70,000 രൂപ ആർസിമിന്റെ വരുമാനം വാങ്ങിക്കുന്നു. 70, 80, 90 വയസ്സുള്ള ആളുകൾ ആർസിമിന്റെ വരുമാനം വാങ്ങിക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു സാങ്കേതിക വിദ്യയും വശമില്ലാത്ത, മറ്റൊരു ഭാഷയും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലാത്ത, കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത, സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയത്തില്ലാത്ത ആളുകൾ ലക്ഷങ്ങൾ ആർസിമിന്റെ വരുമാനം വാങ്ങിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് വിശ്വാസം വരുന്നില്ലേ? ഇന്ന് ആർസിമിൽ മിടുമിടുക്കരായ ചെറുപ്പക്കാര്, വിദ്യാഭ്യാസമുള്ളവര്, ടെക്നോളജി ഉള്ളവര് ആർസിമിൽ നിന്ന് റോക്കറ്റ് പോലെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കാണാൻ നമുക്ക് സമയമില്ല. അടുത്ത ഇലയിൽ വിളമ്പിരിക്കുന്ന സദ്യയിലെ പഴത്തിന്റെ വലുപ്പമാണ് നമ്മൾ നോക്കണം. എങ്ങനെ രക്ഷപ്പെടും? ശരിയല്ലേ? ഫോക്കസ്. നമ്മൾ നമ്മുടെ കാര്യത്തില് ശ്രദ്ധിക്കുക. ഈ ഒരു മാറ്റം വരുത്തിയാൽ 916 എന്ന് കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് 916 ഉണ്ടാക്കുന്നത്? ഒത്തിരി വലിയ പ്രോസസ്സിന് വിധേയമായിട്ടാണ്. ചൂടത്ത് ഉരുക്കി അടിച്ച് ഷേപ്പ് വരുത്തി കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ തിളക്കമുള്ള ഏറ്റവും ഡിമാൻഡുള്ള സാധനം വരുന്നത്. ചുമ്മാതല്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഇന്ത്യ മുഴുവൻ ഹൈവേയുടെ പണി നടക്കുകയാണ്. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ ഹൈവേ കയറി കഴിഞ്ഞാൽ കുളിരു പോരും. പോയിട്ടുള്ള ആൾക്കറിയാം. പക്ഷെ ഹൈവേയിലേക്ക് നമ്മൾ കയറുമ്പോൾ വിനോദ സാറേ എപ്പോഴും ആ ചെറിയ സൈഡിൽ കൂടെ പതുക്കെ അതേക്ക് കയറാം, സ്പീഡ് കുറച്ച്. അവിടുന്ന് ഗിയർ മാറ്റി സ്പീഡ് കൂട്ടി നമ്മൾ സെൻട്രൽ ലൈനിലെത്തി. പിന്നെ ഹൈ സ്പീഡ് ആണെങ്കിൽ ആ ഇന്നർ ലൈനിലേക്ക് കയറി ടോപ്പ് ഗിയറിന്റെ ഒറ്റ പോക്കാണ്. ശരിയല്ലേ? അവിടെ പോകണമെങ്കിൽ അതിന് തക്ക സ്പീഡിൽ പോകുന്ന വണ്ടി ആവണം. വാഗണാർ കൊണ്ട് പോകാം, ട്രാക്ടർ കൊണ്ട് പോകാം. പക്ഷെ ഹൈ സ്പീഡ് ലൈനിൽ അവരെ അനുവദിക്കില്ല. പക്ഷെ അതിലേക്ക് പോകണമെങ്കിൽ നല്ല ജഗ്വാറോ നല്ല BMW ഒക്കെ ആവണം.
ആവുക. കേറുമ്പോ നമ്മുടെ ലെവൽ എന്തായിരുന്നു? നമ്മൾ ചിലപ്പം ഓർഡിനറിയിലോ അല്ലെങ്കിൽ ഫാസ്റ്റിലോ ഒക്കെ ആയിരിക്കും, അത് സൂപ്പർ ഫാസ്റ്റും ഒക്കെ ആയിട്ട് മാറി BMW മാറണമെങ്കിൽ ഈ മാറ്റത്തിന് നമ്മൾ വിധേയമാകണം. അതാ പറഞ്ഞത്, 2 സ്ലൈഡിലും പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കുക, അവനവനെ കുറിച്ചൊന്ന് വിലയിരുത്തുക, എവിടെയാണ് എനിക്ക് കർഷം വരുത്തേണ്ടത്, അത് മാത്രമേ ഉള്ളൂ ഇവിടെ സക്സസിന് അടിസ്ഥാനം. എനിക്ക് പറ്റില്ലാത്തത് കൊണ്ട് ഇത് നടക്കില്ലെന്ന് ആരും വിചാരിക്കരുത്. അത് ശരിയായ ചിന്താഗതിയല്ല. ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് യു കാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് നടക്കില്ലെന്ന് വിചാരിക്കരുത്. എന്താ കാര്യം? ടുഗദർ വി ക്യാൻ. ഒരാളുടെ കഴിവിന് ഇവിടെ പ്രസക്തി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല മനുഷ്യനായാൽ ആളുകൾ നമ്മളിലേക്ക് ആകൃഷ്ടരാകും. നമുക്ക് വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്റെ ടീമിൽ എത്ര ലക്ഷം ആളുകളാണ്, 2 ലക്ഷത്തിലധികം ആളുകൾ ഓരോ മാസവും എന്റെ ടീമിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ട്, എന്നെ കേട്ടിട്ടില്ലാത്ത ആളുകളുണ്ട്, എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ അവരും എന്റെ ടീമിന്റെ ഭാഗമാണെന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. ഇന്ന് ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടു, ഹു ഈസ് സഫയർ CRN മൂർത്തി എന്നൊരാൾ ചോദിച്ചിരിക്കുന്നു. യെസ്, ഇറ്റ് ഹാപ്പൻസ്. കാരണം എന്താ, എന്നും പുതിയ ആളുകൾ RCB വരുന്നു. അങ്ങനെ വരുന്ന ആക്റ്റീവായിട്ടുള്ള ആളുകൾ അവരുടെ ലീഡേഴ്സ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആരാണ് മൂർത്തി എന്ന് അവരറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എത്ര പേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ശരിയല്ലേ? പക്ഷേ നാളെ നിങ്ങളും ഇതുപോലെ ആളുകളുടെ മുമ്പിൽ അറിയപ്പെടുന്ന ഒരു കാലം ഉണ്ടാകും. എന്ത് ചെയ്താൽ? ഒരു നല്ല മനുഷ്യനായി RCMൽ നിലകൊണ്ടാൽ നിങ്ങൾ അറിയാതെ തന്നെ ആളുകൾ അറിയുന്ന ഒരു ലെവലിലേക്ക് വരും. സോ എന്താ വേണ്ടത്? ഒരു നല്ല മനുഷ്യനാവുക. RCMല് ഗ്രോത്ത് എന്ന് പറയുന്നതാണ്, ഞാൻ പറഞ്ഞു, വളർച്ചയുടെ മാനദണ്ഡം. എന്താണ് ഗ്രോത്ത്? PV വർദ്ധിക്കുക. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? PV വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് നമുക്ക് ആക്റ്റീവ് എന്ന് പറയാൻ പറ്റുക. അപ്പൊ നമ്മുടെ ടീമിലുള്ള ആളുകളിൽ ആക്റ്റീവായിട്ടുള്ളവർ ആരൊക്കെയാണ്? ഐഡന്റിഫൈ ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, ഗൈഡ് ചെയ്യുക, നേർവഴി കാണിച്ചു കൊടുക്കുക. അതിനാണ് നമ്മൾ കൂടെ പ്രോഗ്രാമുകൾ നടത്തുന്നത്. അറിവ് പകർന്നു കൊടുക്കാൻ, പ്രൊഡക്റ്റ് ട്രെയിനിങ് പഠിക്കാൻ, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഓൺലൈനായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ പ്രോഗ്രാമുകളുണ്ട്. ഓരോ സെഗ്മെന്റിനെ കുറിച്ചും പ്രത്യേകം പഠിപ്പിക്കുന്ന പദ്ധതികൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ ലീഡേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ആളുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനുമാണ്. അങ്ങനെ കഴിവും താല്പര്യവും അറിവുമുള്ള ആളുകൾ അവരുടെ സമയം RCMൽ വിനിയോഗിക്കുമ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അറിവും കഴിവും താല്പര്യമുള്ള ആളുകൾ അവരുടെ സമയം RCMൽ വിനിയോഗിക്കുമ്പോഴാണ് ഗ്രോത്ത്, വളർച്ച ഉണ്ടാകുന്നത്. ഒന്നാമത്തെ വഴി ന്യൂ ജോയിനിങ്. ഞാൻ പറഞ്ഞു, ഏതാണ്ട് 6,000 to 8,000 പീപ്പിൾ, 6,000 മുതൽ 8,000 വരെ ആളുകൾ ഓരോ മാസവും എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ ടീമിൽ 10,830 ശിഷ്ടം ആളുകൾ ജോയിൻ ചെയ്തു ഒറ്റ മാസം. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് എ പവർ ഓഫ് ടീം. അതാണ് ടീം എന്ന് പറഞ്ഞത്. ടീം എന്ന് പറഞ്ഞാൽ ടുഗദർ എവരിബഡി അച്ചീവ്സ് മോർ. ടുഗദർ എവരിബഡി അച്ചീവ്സ് മോർ. സോ പുതിയ ജോയിനിങ് 6 മാസമോ അതിൽ കൂടുതലോ ഐഡിയിൽ പർച്ചേസ് ഇല്ലാതിരുന്നാൽ ID ടെർമിനേറ്റ് ആയി എന്ന് പറയും. അങ്ങനെ ടെർമിനേറ്റ് ആയ ഐഡികൾ ആക്ടിവേറ്റ് ചെയ്യാൻ പണ്ട് വലിയ കടമ്പകളായിരുന്നു. ഡോക്യുമെന്റൊക്കെ കമ്പനിക്ക് അയച്ചു കൊടുത്ത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി TCG ഈ കാര്യത്തിൽ ഉദാരപരമായ ഒരു സമീപനം എടുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, RCMൽ വളർച്ച എന്ന് പറഞ്ഞത് നമ്മുടെ മാത്രമല്ല അവരുടെയും ആവശ്യവും അവകാശവുമാണ്. കാരണം ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ചലഞ്ചിങ് പ്രൈസിൽ RCM തരുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കാൻ ഒരു അവസരം ഒരാൾക്ക് കൊടുക്കുക, അത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ടെർമിനേറ്റഡ് ആയ ID ആക്ടിവേറ്റ് ആക്കാൻ പ്രത്യേകിച്ച് നിബന്ധന എന്നുള്ള 1000 രൂപയ്ക്ക് അവർ സിംഗിൾ പർച്ചേസ് ചെയ്താൽ അവരുടെ ID ആക്ടിവേറ്റ് ആക്കാം. ബാക്കി എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ പിന്നീട് അവർ ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞതോടുകൂടി 100 കണക്കിന് ആളുകളാണ് ഓരോ മാസവും മുമ്പ് RCMൽ ജോയിൻ ചെയ്തിട്ട് കാര്യം മനസ്സിലാക്കാത്ത ആളുകൾ ID ആക്ടിവേറ്റ് ചെയ്ത് സജീവമായി RCMലേക്ക് വരുന്നത്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കേരളത്തിലൊരു എമറാൾഡ് ടെർമിനേറ്റ് ആയി പോയ ID ആക്ടിവേറ്റ് ആക്കിയിട്ട് അദ്ദേഹം ഇന്ന് എമറാൾഡായിരിക്കുന്നു. ആലോചിച്ച് നോക്കുക, നിങ്ങളുടെയൊക്കെ ടീമിൽ അതുപോലെ എത്രയോ ഐഡിയകളുണ്ട് ടെർമിനേറ്റ് ആയത്. ഒരു ഫോൺ കോൾ
ഒരു പക്ഷേ അവര് സത്യം മനസ്സിലാക്കി, സാധ്യത മനസ്സിലാക്കി വീണ്ടും പുനരുജ്ജീവിച്ച് നമ്മുടെ കൂടെ വരും. അങ്ങനെ വരുമ്പോൾ പുതിയതായിട്ട് ഒരാളെ കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പമാണ്. അത് കൂടുതൽ റിജിഡ് ആയിരിക്കും, ദൃഢമായിരിക്കും. ഇൻക്രീസ് യൂസേജ്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക. അത് ഓൺലൈൻ ആവട്ടെ, ഫിസിക്കൽ ആവട്ടെ, ഏതു തരത്തിലാണെങ്കിലും നമുക്കുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ നമുക്ക് മാത്രമുള്ളതാണ്. യുണീക്ക് പ്രൊഡക്ട്സ് വേറെ ആർക്കും ഇല്ല. അതിന്റെ പ്രത്യേകത വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പുറത്തൊരാളോട് ചോദിച്ചാൽ അറിയില്ല. എന്റെ മകൻ ഡോക്ടർ ഹരിശങ്കർ പറയും, ഗാമാവർസൽ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ഡോക്ടർമാർ ചോദിച്ചാൽ അവർ പറയും അറിയില്ല. കാരണം അവരുടെ സിലബസിൽ അവർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആർസിമിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി, ബ്രഹ്മാസ്ത്രം പോലെയാണ്. അതുപോലെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ പഠിക്കണം. അങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ടീമിൽ വരുന്നവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ, അവരത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഗ്രോത്ത് സംഭവിക്കും. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ആളുകളുണ്ട് ആർസിമിൽ. ഏതൊക്കെയാണ്? ഒന്ന് കൺസ്യൂമേഴ്സ് ആണ്, ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണ്. ഉൽപ്പന്നങ്ങൾ നല്ലതാണ്, ഗുണനിലവാരമുള്ളതാണ്, ആരോഗ്യദായകമാണ്, മാർക്കറ്റിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണ്, വാങ്ങി ഉപയോഗിക്കുന്നു, ഹാപ്പി. രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്, പ്രൊമോട്ടേഴ്സ്. അവര് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ടീം ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്ന വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടും ഉണ്ട്. പിന്നെ ഒരു കാറ്റഗറി ഉണ്ട്, ഔട്ട്ലെറ്റ് നടത്തുന്നു, ആർസിമിന്റെ ഔട്ട്ലെറ്റുകൾ നടത്തുന്നു. അവർക്ക് വേറെ ഒന്നിലും താല്പര്യമില്ല, കച്ചവടം മാത്രം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിൽ പോലെ ആർസിമിന്റെ ഔട്ട്ലെറ്റ് നടത്തി ലാഭമുണ്ടാക്കാമെന്ന് അവർ വിചാരിക്കുന്നു. അവർക്ക് മീറ്റിംഗിന് പോകാൻ സമയമില്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യില്ല, ഷോപ്പിൽ മീറ്റിംഗ് നടത്തില്ല. അവർക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ വരുന്നവരോടൊക്കെ വായി തോന്നൊക്കെ വിളിച്ചു പറയും. നാലാമതൊരു കാറ്റഗറി ഉണ്ട്, ഔട്ട്ലെറ്റ് നടത്തുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. സത്യത്തിൽ ആർസിമിന്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്, ഞാൻ പറയും, കമ്പനി ചെലവിൽ നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആർസിമിന്റെ ഔട്ട്ലെറ്റ് സേവാ കേന്ദ്രം. അത് മനസ്സിലാക്കുന്ന ആളുകൾ ആർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ആളുകളോട് പെരുമാറിക്കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കണ്ണുണ്ടായാൽ പോരാ, കാണണം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കണം. സെയിൽ, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് നമുക്ക് തോന്നിപ്പോകും, അത്ഭുതമാണ്. അങ്ങനെ സെയിൽ ചെയ്യുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ ടീമിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആളുകളുണ്ടാകും. അവർക്കൊക്കെ അവസരങ്ങൾ കാണിച്ചു കൊടുക്കണം. ടാർഗറ്റുകൾ, കമ്പനി തരുന്ന ടാർഗറ്റ്, ലീഡേഴ്സ് തരുന്ന ടാർഗറ്റ്, ബ്രാൻഡ് പാർട്ട്നേഴ്സ് തരുന്ന ടാർഗറ്റ്. എന്തിനു വേണ്ടിയാണ് ടാർഗറ്റ് തരുന്നത്? മികവുറ്റവരെ കണ്ടെത്താൻ വേണ്ടിയാണ്, കമാൻഡോസിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യാൻ നല്ല രീതിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്താൽ ദേ വിൽ ഗീവ് മോർ ഔട്ട്പുട്ട്. നമുക്ക് കീസോളിന്റെ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ്. കേരളത്തിൽ 2 സ്ഥലത്താണ് നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ 3 സ്ഥലത്ത് നടത്താനുള്ള ആവശ്യം വന്നിരിക്കുകയാണ്. കോട്ടയത്തും കറുകുറ്റിയിലും കോഴിക്കോടും. സെപ്റ്റംബർ മാസത്തിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. 15ഉം 16ഉം കറുകുറ്റിയിലും 18ഉം 19ഉം കോട്ടയത്തും, മിക്കവാറും 21ഉം 22ഉം കോഴിക്കോടും. അങ്ങനെ ആയിരിക്കും ആ പ്രോഗ്രാം നടക്കുന്നത്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു മാനദണ്ഡമുണ്ട്. 2500 PV സ്വന്തം ഐഡിയിൽ കീസോൾ വ്യോമിനി പ്രൊഡക്റ്റ് കൊണ്ട് ചെയ്യുന്നവർക്കാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായി. പിന്നാലെ അതിന് സ്ലൈഡ് വരുന്നുണ്ട്, ഞാനൊന്ന് പറഞ്ഞത് മാത്രം. അത് ഈ മാസവും അടുത്ത മാസവും ചെയ്യണം. അങ്ങനെ 2 മാസവും 2500 PV, 2500 SP അല്ല. കാരണം ഉഡാൻ എന്ന് പറയുന്ന കീസോളിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരത്തിന് 2500 രൂപയുടെ കീസോൾ വ്യോമിനി ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈറ്റിൽ ഓട്ടോമാറ്റിക്കലി അത് പോപ്പപ്പ് ആകും. നിങ്ങൾക്ക് ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമായി രജിസ്റ്റർ ചെയ്തോളൂ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഉഡാനെ കീസോൾ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും പഠിക്കാം. ഒരു 12 ദിവസം 14 ദിവസം നീണ്ടു നിൽക്കുന്ന 1 hour വീതമുള്ള ഓൺലൈൻ സെഷനിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. എന്നാൽ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നേരിട്ട് കണ്ട് കേട്ട് പഠിച്ച് പ്രാക്ടിക്കൽ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരേപോലെ അവസരമാണ്. ഇനി ഔട്ട്ലെറ്റ് നടത്തുന്ന ആളുകളുണ്ട്. KSO നടത്തുന്ന ആളുകൾക്ക് 15,000 രൂപയുടെ സെയില് മന്ത്ലി ചെയ്യുകയാണെങ്കിൽ, ജൂലൈയിലും ഓഗസ്റ്റിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് പങ്കെടുക്കാം. PUC വണ്ടർവേൾഡ് നടത്തുന്ന ആളുകൾക്ക് 25,000 രൂപയുടെ സെയില് ജൂലൈയിലും ഓഗസ്റ്റിലും ചെയ്യുകയാണെങ്കിൽ അവർക്കും അല്ലെ അവരുടെ പ്രതിനിധികൾക്കും പങ്കെടുക്കാം. ഞാൻ പറഞ്ഞത് ടാർഗറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ കമ്പനിയും ലീഡേഴ്സും ടീമും ഒക്കെ തരുന്ന ടാർഗറ്റുകൾ ഏറ്റെടുത്ത് ചെയ്ത് ടീമിൽ മാതൃകയായിട്ട് നമ്മൾ മാറണം. ഓപ്പണിംഗ് POS, പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ, ഓരോ ദിവസവും വരുന്ന പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ. ഞാൻ പറഞ്ഞു, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അവസരമാണ് ആർസിമിന്റെ ഒരു ഔട്ട്ലെറ്റ് എടുക്കുക എന്ന് പറയുന്നത്. കാരണം
ഇത് നമ്മൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല, ഒരു കട നടത്തുകയല്ല. എന്താണ്? കമ്പനി ചെലവിൽ നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വലിയ ക്യാഷ് ഫ്ലോ അസറ്റ് സ്രോതസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു തുടക്കമാണ്. സ്വന്തമായിട്ടൊരു ഔട്ട്ലെറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും, പ്രൊവൈഡഡ് യു യൂസ് ദ സിസ്റ്റം. നിങ്ങൾ ആ സിസ്റ്റം ശരിയായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ. അതല്ലാതെ വെറുതെ ഒരു കച്ചവടക്കാരനായിട്ട് ഇരിക്കാനാണെങ്കിൽ നടക്കില്ല. വെറുതെ ഒരു പ്രൊമോട്ടർ ആയാൽ കിട്ടുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഒരു POS ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആൻഡ് ദ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ, ഓൺലൈൻ പർച്ചേസ്. സുഹൃത്തുക്കളെ, ഓണക്കാലമാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും ഓണക്കോടി ആവശ്യമുണ്ട്. ഓണത്തിന് ഓണക്കോടി വാങ്ങാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. RCM അസോസിയേറ്റ് ബേഴ്സ് എല്ലാവരും ഓണക്കോടി RCMൽ നിന്ന് തന്നെ വാങ്ങണം. ഇനിയും സമയമുണ്ട്. നിങ്ങളുടെ RCM സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട ഓണക്കോടി സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യൂ. നല്ല അടിപൊളി കസവ് മുണ്ടുണ്ട്, മലയാളിക്ക് ഓണത്തിന് മുണ്ട് ഇഷ്ടം പോലെ. ഓർഡർ ചെയ്യൂ. നിങ്ങൾക്ക് ഓണത്തിന് മുമ്പ് മുണ്ട് നിങ്ങളുടെ വീട്ടിലെത്തും. അതിന് എന്താ പറയുക, ഡെലിവറി ചാർജ് കൊടുക്കേണ്ട 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറിന് ഡെലിവറി ചാർജ് ഒന്നും ഇല്ലാതെ നമുക്ക് സാധനം വീട്ടിൽ കിട്ടും. ടീമിലുള്ള എല്ലാവരും പഠിപ്പിക്കണം. ഓണത്തിന് മാത്രമല്ല, ഓരോ പുതിയ അസോസിയേറ്റ് ബെയറും RCM കുടുംബാംഗം ആകുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ കാണിച്ചു കൊടുക്കണം, അവരെ കൊണ്ടൊരു ഓർഡർ ചെയ്യിപ്പിക്കണം. നോൺ FMCG ഉൽപ്പന്നങ്ങളെല്ലാം കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിൽ എവിടെയും എത്തും. നോൺ FMCG എന്ന് പറയുമ്പോൾ കീസോൾ, വ്യോമിനി ഉൾപ്പെടെ ടെക്സ്റ്റൈൽ ഐറ്റംസ് എല്ലാം, അതുപോലെ ബാഗ്, ഫുട്വെയർ, ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ഇന്ത്യയിൽ എവിടെയും കിട്ടും. നമ്മുടെ അടുത്തുള്ള ഔട്ട്ലെറ്റുകളിൽ ഹോം ഡെലിവറി ഓപ്ഷൻ ഉണ്ടെങ്കിൽ FMCG ഉൽപ്പന്നങ്ങളും നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാൻ കഴിയും. ഞാനിവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ID ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ എവിടെയുള്ള സുഹൃത്തുക്കൾക്കും ആ ഭാഗത്ത് ഹോം ഡെലിവറി ഉണ്ടെങ്കിൽ ഷോപ്പിൽ നിന്നോ അതല്ലെങ്കിൽ കമ്പനിയിൽ നിന്നോ സാധനങ്ങളോ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ ഷോപ്പ് നടത്തുന്ന ആളുകൾക്കും അവരുടെ ഷോപ്പിന്റെ കെയറോഫിൽ ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഈ അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രൊമോട്ട് ചെയ്താൽ ഇന്നുള്ളതിന്റെ പല മടങ്ങ് നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയും. ഗ്രോത്ത്, എവറി ഡേ ഗ്രോത്ത്, ഇറ്റ് ഈസ് പോസിബിൾ. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് 7 കാര്യങ്ങൾ. ഏതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? ഏതിലാണ് നിങ്ങളുടെ ടീമിലെ ഓരോ ആക്റ്റീവ് അസോസിയേറ്റ് ബെയറും ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ എല്ലാത്തിലും ആസ് എ ലീഡർ യു ഷുഡ് ഫോക്കസ് ഇൻ ഓൾ. എല്ലാത്തിനുള്ള അവസരം നിങ്ങളുടെ ടീമിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. കാണുന്നുണ്ടോ? വെറുതെ തോന്നുന്നതാണ് കേട്ടോ. ഈ സഫയർ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തോന്നുവേ ചുമ്മാ പറയുന്നതായിരിക്കുമെന്ന്. ഞാൻ ഒരു മാസം എടുത്തു വെച്ചിരുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. എൻ്റെ പവർ സൈഡിലെ വോളിയം, സെക്കൻഡ് സെല്ലിലെ വോളിയം നിങ്ങൾക്ക് കാണാം. ആകെ വോളിയം കാണാം 14,84,28,419 PV ആണ്. ഇത് പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റില്ല. ഇത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ച നടക്കുവോ? ഈ പ്രോഗ്രാം കഴിഞ്ഞ്, ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എത്ര ആയിരുന്നു, അതിനേക്കാൾ എത്രയോ ലക്ഷങ്ങൾ കൂടിയിട്ടുണ്ടാവും ഈ പ്രോഗ്രാം കഴിയുമ്പോൾ PV. സുഹൃത്തുക്കളെ, നിങ്ങളെ പോലെ തന്നെ RCM ഒന്നും അറിയത്തില്ലാതെ വന്ന ഒരാളാണ് ഞാനും. ഞാൻ വരുമ്പോ ഇന്ന് നാം കാണുന്നതിന്റെ 100 ഉൽപ്പന്നങ്ങൾ പോലുമില്ല. തൃശ്ശൂർ ജില്ലയിൽ RCM ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ സഹോദരിയുടെ വീട്ടില് പരിമിതമായ സൗകര്യത്തിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് എന്ന പേരും കൊണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ജില്ലയായിട്ട് തൃശ്ശൂർ മാറി. ഏറ്റവും കൂടുതൽ ടേൺ ഓവർ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ഡിപ്പോ തൃശ്ശൂരാണ്. ആ ഡിപ്പോയുടെ എന്താ പറയാ, ഇരട്ടപ്പറ്റ ഡിപ്പോ ആയിട്ട് എറണാകുളം ജില്ലയിൽ മഞ്ഞുള്ളൂർ മറ്റൊരു ഡിപ്പോ അവർ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും നല്ല ടേൺ ഓവർ ചെയ്യുന്ന ധാരാളം ഔട്ട്ലെറ്റുകളുള്ള ഒരു ജില്ലയായിട്ട് തൃശ്ശൂർ മാറി. അതെന്റെ കഴിവല്ല. എന്തുകൊണ്ടാണ്? മലയാളികൾക്ക് വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസമുള്ളവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ തൃശ്ശൂരുകാർക്ക് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ മിടുക്കുള്ളവർ കുറച്ചു പേരും തൃശ്ശൂർ കൂടുതലായിപ്പോയി. മറ്റുള്ളവർക്കും പറയാവുന്നേ, ഒരു പ്രശ്നവുമില്ല. ഇതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ വളരെ അഭിമാനമുണ്ട്. കാരണം RCM 26 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ടീം ഏതാന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ ആളുകൾ പറയും അത് ചോദിക്കേണ്ട കേരളമാണ്. കേരളത്തിന്റെ 7 അയൽവക്കത്ത് വരാൻ ഇന്നൊരാൾക്കും പറ്റുന്നില്ല. അതൊരു അത്ഭുതമായിരിക്കുകയാണ്. ആ അത്ഭുതമാണ് ഈ കാണുന്നത്. എന്താണ്? മാജിക് ഓഫ് 5000 PV, 5000 PV.
എല്ലാ മാസവും മുടങ്ങാതെ 5000 അതിൽ കൂടുതലോ PV ചെയ്യുന്ന ഒരു ഹാൻഡ് റൈസ് ചെയ്യാവോ? എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ഇപ്പൊ നമ്മൾ 974 പേര്, 1000 പേരുണ്ടായിരുന്നു. ഹാൻഡ് റൈസ് ചെയ്യാത്തവരൊന്നും നോക്കണേ, എത്ര പേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇവിടുന്ന് എണ്ണം പറയാൻ പറ്റും. റോക്കറ്റ് പോലെയാണ് ഗിരീഷ് സാറെ കയറി പോകുന്നത്, റോക്കറ്റ് പോലെ. ഷിഹാബുദ്ദീൻ സാർ, സീനാജയൻ മാഡം, JP സാർ, സിജി ശ്രീനിവാസൻ മാഡം, അങ്ങനെ ഒത്തിരി ആളുകളുടെ പേര് എനിക്ക് വായിക്കാൻ പറ്റും. ഇവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാജിക് ഓഫ് 5000 ശരിക്കും ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. 2006 ഒരു പ്ലാൻ ബുക്ക് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അന്ന് 1/2 കിലോ ചായപ്പൊടിക്ക് 65 രൂപയാണ് ഇതിലിട്ടിരിക്കുന്ന വില. അതില് 40 PV ആണ്, സോറി 40 PV, അതെ BV ആണെന്ന്. 1/2 കിലോ ചായപ്പൊടി കൊണ്ട് അന്നും ഇന്നും അത്രയും ചായ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് PV 120, 3 ഇരട്ടിയാണ്. അന്നുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ഉൽപ്പന്നങ്ങളായി അല്ലെ. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, എല്ലാ സാധനവും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചവിട്ടി ആർസ്യമാണ്. ഇരുന്ന കാറ്റ് കൊള്ളുന്ന ഫാൻ കറക്കി കഴിഞ്ഞാൽ ഫാൻ ആർസ്യമാണ്. കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് ആർസ്യമാണ്. നമ്മുടെ റൂബി ഹേമന്ത് സാർ പറയാറുണ്ട്, ഞാൻ യാത്ര പോയാൽ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ കിടക്കേണ്ടി വരുമ്പോൾ ഞാൻ ഹോട്ടലിലെ ബെഡ്ഷീറ്റിൽ കിടക്കില്ല, എന്റെ ബെഡ്ഷീറ്റിലെ ഞാൻ കിടക്കുള്ളൂ. അതിന് ഞാനൊരു ബെഡ്ഷീറ്റ് കൊണ്ടുപോകാറുണ്ടെന്ന്. അത്രയും എന്താ പറയാ, കട്ടർവന്തി എന്ന് ഹിന്ദിയിൽ പറയും. അതുപോലെ തീവ്ര സ്വഭാവമുള്ള ആളുകളൊക്കെയാണ് കേരളത്തിൽ ഇങ്ങനെ ആർസിമിനെ കെട്ടിപ്പടുത്തത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കൈപൊക്കാൻ പറ്റാത്തൊരു വിഷമിക്കൊന്നും വേണ്ട. നാളെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതും ആർസിമിലുള്ള ഉൽപ്പന്നങ്ങളെ ഒന്ന് കമ്പയർ ചെയ്യുക. ആർസിമിൽ ഉണ്ടായിട്ടും നിങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. അതിനെന്ത് മേന്മയാണുള്ളതെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, പലർക്കും അറിയില്ല ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച്. ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു, വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന സോപ്പ് 3rd ഗ്രേഡ് ആയിരുന്നു എന്ന് ഞാൻ ആർസിമിൽ വന്നതിന് ശേഷം അറിയുന്നത്. ഇന്നും ആർസിമിയുടെ പല ആൾക്കും ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് എന്താണെന്ന് അറിയില്ല. ഞാനത് കാണിച്ചു കൊടുക്കാറുണ്ട്. 76% കൂടുതൽ TFM ഉള്ള സോപ്പാണ് ഫസ്റ്റ് ഗ്രേഡ്. നമ്മുടെയൊക്കെ നല്ല കേരളത്തിലെ മുഴുവൻ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്നാക്സ്, അത് മുഴുവൻ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അനവധി തവണ ഉപയോഗിച്ചതിന് ശേഷം ട്രാൻസ്ഫാറ്റ് നിറഞ്ഞിട്ടുള്ള പലഹാരങ്ങളാണ് വാങ്ങിച്ചു ഉപയോഗിക്കുന്നത്. നമ്മളെപ്പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച പാചകം അറിയപ്പെടുന്ന റൈസ് ബ്രാൻ ഓയിൽ, അതും ഫിസിക്കൽ റെഫിനിങ്ങിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ആ എണ്ണ കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങളും സ്നാക്സും വാങ്ങിച്ച് ഉപയോഗിക്കാൻ ആർക്കാ ഭാഗ്യമുള്ളത്? ആർസിയം കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഇത് അറിയൂ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് പാം ഓയിൽ കിട്ടും, സൺഫ്ലവർ ഓയിൽ കിട്ടും, കോക്കനട്ട് ഓയിൽ കിട്ടും, മറ്റേത് ഓയിൽ വേണമെങ്കിലും കിട്ടും, വനസ്പതി കിട്ടും, ഡാൽഡ കിട്ടും, പലതും കിട്ടും. പക്ഷെ അവിടെയൊന്നും ഹെൽത്ത് കാർഡ് കിട്ടില്ല. ആർസിമിന്റെ കടയിൽ പോയാൽ ഹെൽത്ത് കാർഡ് മാത്രമേ കിട്ടൂ. സുഹൃത്തുക്കളെ, കാശുണ്ടാക്കാനായിരുന്നെങ്കിൽ പാം ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ ആർസിമിന്റെ കടയിൽ വരുമായിരുന്നു. അതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ആർസിഎം സ്റ്റാൻഡ്സ് ഫോർ ഹെൽത്ത്, ആരോഗ്യം. എല്ലാവർക്കും ആരോഗ്യം, ആർസിഎംകാർക്ക് മാത്രമല്ല. ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ ആർസിഎമ്മിലുള്ള ഒരു ഉൽപ്പന്നത്തിന് പകരമായി ഒരു സംഗതിയും, ഒരു ചന്ദനത്തിരി പോലും വരാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ, അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ടീമിൽ ഗ്രോത്ത് ഈസ് ഇൻഎവിറ്റബിൾ. അത് സംഭവിക്കാതിരിക്കില്ല. മാജിക് ഓഫ് 5000 എങ്ങനെയാണ് നമുക്ക് 5000 PV ചെയ്യാൻ പറ്റുക? ചെയ്താലുള്ള ഗുണം എന്താണ്? യൂസ് ദ പ്രൊഡക്ട്സ് ആൻഡ് ഷെയർ ദ പ്രൊഡക്ട്സ്. ആർസിഎമ്മിന്റെ 6 ബേസിക്കിൽ ആദ്യം പറയുന്ന കാര്യമാണ് യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഷെയർ ദ പ്രൊഡക്റ്റ്. നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം മറ്റുള്ളവർ പറയുമ്പോഴാണ് അതിന് വാല്യൂ കൂടുന്നത്. നിങ്ങൾ ആർസിഎമ്മിന്റെ കാര്യം പറയാൻ ഒരാളടുത്ത് പോകുന്നു, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട് ആർസിഎം അല്ല, നിങ്ങൾ ഇട്ടിരിക്കുന്ന പാന്റ് ആർസിഎം അല്ല, നിങ്ങൾ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ആർസിഎം അല്ല, നിങ്ങൾ എഴുതാൻ എടുക്കുന്ന പേന ആർസിഎം അല്ല, എന്നിട്ട് നിങ്ങൾ പറയുന്നു ആർസിഎമ്മിൽ എല്ലാം ഉണ്ട്. അവർ നോക്കും. യെസ്, പല വിദഗ്ധന്മാരും ആർസിഎമ്മിന്റെ മീറ്റിങ്ങിൽ വരുമ്പോൾ പോലും ഒരു ഷർട്ട് ആർസിഎമ്മിൽ ഇടുകയില്ല. അവർ പറയുന്ന ആർസിഎമ്മിന് പൈസ വരട്ടെ എന്നിട്ട് ഞാൻ ഇടാം. ആയിക്കോ, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. പോലീസിൽ ജോലി കിട്ടിയാൽ ശമ്പളം കിട്ടിയിട്ടല്ല പോലീസിന്റെ യൂണിഫോം ഇടാൻ പറയുന്നത്. യൂണിഫോം ഇട്ട് ഒരു മാസം ജോലി ചെയ്ത് കഴിയുമ്പോൾ ശമ്പളം കിട്ടുന്നത്. അഡ്വാൻസ് ആയിട്ട് ശമ്പളം കിട്ടുമോ? ഇല്ല. എയർഫോഴ്സിൽ സെലക്ഷൻ കിട്ടിയപ്പോ അവിടുത്തെ യൂണിഫോം തയ്ച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ PT ഇടാൻ ഓടാൻ വേണ്ടിയിട്ടുള്ള നിക്കറും ടീഷർട്ടൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയല്ലേ ചെയ്യുന്നത്? എവിടെ അങ്ങനെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ആർസിഎമ്മിലായപ്പോ ആർസിഎമ്മിന്റെ പൈസ കിട്ടിയിട്ട് ഞാൻ വാങ്ങിക്കൊള്ളൂ എന്ന് പറയുന്നത്? ശരിയാണോ? അതാ പറഞ്ഞേ, നമ്മുടെ ആ ക്വാളിറ്റി ഒന്ന് അളക്കണം. നമ്മൾ ആദ്യം ഒരു ബൈ നേച്ചർ സ്വഭാവം കൊണ്ടൊരു ഡയമണ്ടായി മാറിയാൽ മാത്രമേ
ആർസിഎമ്മിൽ റിയൽ ഡയമണ്ട് ആകാൻ കഴിയൂ. അതല്ലെങ്കിൽ കുറച്ച് തട്ടുമുട്ട് സഹിക്കാതെ തിളക്കം വരില്ല. ശരിയല്ലേ? യെസ്. ഞങ്ങൾ 3 പേരെ വീട്ടിലുള്ളൂ. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ 3 പേരുള്ള വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചുമ്മാ ഒരു കണക്ക് പറയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ 3, 4, 5, 6, 8, 10 പേരുള്ള വീടുകൾ കാണും. ആർസിഎമ്മിലുള്ള ഉൽപ്പന്നങ്ങളിൽ എത്ര ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മതി. അതാ ഞാൻ പറഞ്ഞത്, തൊട്ടടുത്ത ദിവസം നാളെ തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക ആൻഡ് സി വാട്ട് ആർ ദ ഐറ്റം. ആ കടയിൽ നിറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ ഇതിന്റെ മുഴുവൻ പേര് വായിക്കാനിരുന്നാൽ കുറെ സമയമെടുക്കും. വീട്ടിൽ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേണമെങ്കിൽ. നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനം പറയുന്നുണ്ടോ? കാറില്ലാത്തവരുടെ കാർ വാഷ് വാങ്ങിക്കാൻ പറയുന്ന പരിപാടി ഇന്ന് ആർസിഎമ്മിൽ ഇല്ല. മനസ്സിലായില്ലേ? ആവശ്യമുള്ള സാധനം വാങ്ങുക, ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത ഒരു സംഗതിയില്ല. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും തന്നെ ആർസിഎമ്മിലുണ്ട്, പച്ചക്കറി പഴങ്ങൾ ഒഴിച്ച്. ഇനി ഒരു കാലം വരും, അതൊക്കെ വരും. നോക്കൂ, നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകള്, ഈറ്റബിൾസ്, ഞാനിത് എഴുതിയത് രാവിലെ എഴുന്നേറ്റാൽ ഉപയോഗിക്കുന്നതിന്റെ സീക്വൻസ് അനുസരിച്ച് എഴുതിയപ്പോൾ അതിന്റെ കാറ്റഗറി വൈസ് ഒന്നും അല്ല വന്നിരിക്കുന്നത്. റീഅറേഞ്ച് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും ഏത് ഉൽപ്പന്നങ്ങളാണെന്നാലും നോക്കും. അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ 5000 BB തികയാതെ വരുമോ? വെറും 300, 200, 500 BBയുടെ സാധനം വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ ടീമിലുണ്ട്. ആരുടെ കുറ്റം? നമ്മുടെ കുറ്റം. അവരാരുടെ ടീമിലാണോ ഞാൻ ലീഡർ എന്ന് അഭിമാനിക്കുന്ന ആളുകൾക്ക് അത് തിരുത്തണം. നിങ്ങൾ ഒരിക്കലും അവരുടെ ലീഡർ നിങ്ങൾക്ക് പറയാൻ അർഹതയില്ല. അവരെ ബോധ്യപ്പെടുത്തണം, അവരെ ഇത് പഠിപ്പിക്കണം, അവർക്ക് ഇതിന്റെ മേന്മ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നീ 5000 BB ചെയ്യ്, നീ 10000 BB ചെയ്യ് എന്ന് പറയുകയല്ല വേണ്ടത്. എന്തിന് അവരിത് ഉപയോഗിക്കണം, ഉപയോഗിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവർ ഇത് തന്നെ ഉപയോഗിക്കൂ. ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉപയോഗിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടം എങ്ങനെയാണ്? സാമ്പത്തികമായ നേട്ടം, ആരോഗ്യപരമായ നേട്ടം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനുള്ള അവസരം ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് പറഞ്ഞത്, ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ടും എല്ലാ ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റുകളിലും ULP നടത്തണം. ULP ആർസിഎമ്മിനെ കുറിച്ച് മനസ്സിലാക്കാൻ കമ്പനി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫോർമുലയാണ്. എല്ലാവർക്കും ഒരേ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കമ്പനി തയ്യാറാക്കിയിട്ടുള്ള ഫോർമുലയാണ് ULP. ഒരു റോയൽറ്റി അച്ചീവർ മാസത്തിൽ 2 മീറ്റിംഗ് എങ്കിലും ULP നടത്തിയിരിക്കണം. ഒരു ടെക്നിക്കൽ അച്ചീവർ 4 മീറ്റിംഗ് എങ്കിലും നടത്തിയിരിക്കണം. അതിന്റെ റിപ്പോർട്ട് നിങ്ങൾ കമ്പനിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ലേറ്റസ്റ്റ് നിർദ്ദേശം. മാത്രമല്ല 2500 PV എങ്കിലും സ്വന്തമായിട്ട് ചെയ്യാത്ത റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ അച്ചീവേഴ്സിന് അവർക്ക് കമ്മീഷൻ അർഹതയുണ്ടാവില്ല. ഇത് പണ്ടേ ഉള്ളതാണ്. പണ്ട് 1500 PV ആയിരുന്നു. 25 വർഷം കഴിഞ്ഞപ്പോൾ അത് 1000 PV കൂട്ടി 2500 ആക്കി. ഞാൻ പറഞ്ഞത് 5000 ആക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. കാരണം 40 രൂപയ്ക്ക് 40 PVക്ക് അര കിലോ ചായപ്പൊടി കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് അര കിലോ ചായപ്പൊടിക്ക് 120 PV ഉള്ളപ്പോൾ 3 ഇരട്ടി ആയില്ലേ PV? അപ്പോൾ 1500 എന്നുള്ളത് ഇത്രയും പ്രൊഡക്റ്റ് വന്നപ്പോൾ 5000 PV ആക്കേണ്ടതാണ്. കാരണം 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് 5000 PV ഉറപ്പായിട്ടും വരും. എന്നാലും കമ്പനി വളരെ ലിബറലാണ്, ഉദാര മനസ്കരാണ്. അതുകൊണ്ട് 2500 മതി. കാരണം ഒരു വീട്ടിൽ തന്നെ 2, 3, 4 ഐഡിയ ഒക്കെ എടുത്തിട്ടുണ്ടാവും. കുഴപ്പമില്ല. 2500 PV എങ്കിലും ഒരു ഐഡിയയിൽ ചെയ്യുന്നുണ്ടെങ്കിലേ അവർക്ക് റോയൽറ്റിക്കും ടെക്നിക്കൽ അർഹതയുള്ളൂ എന്ന് പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ടീം പ്രൗഡ് ടു ബി. നമ്മുടെ ടീം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ ടീമിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു ലോയൽ ആർസിഎം കുടുംബാംഗമായിട്ട് മാറുക. ആർസിഎമ്മിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സമാന ഉപയോഗം സാധ്യമാക്കുന്ന ഒരു ഉൽപ്പന്നം ഞാനും എൻ്റെ കുടുംബാംഗങ്ങൾ ഉപയോഗിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക. അത് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള 70 കുടുംബം വരുമ്പോൾ നിങ്ങൾ സ്റ്റാർ അച്ചീവർ ആകും. അങ്ങനെ 200 ഫാമിലി വരുമ്പോൾ നിങ്ങൾ ടെക്നിക്കൽ അച്ചീവർ ആകും. 800 ഫാമിലി വരുമ്പോൾ നിങ്ങൾ എമറാൾഡ് അച്ചീവർ ആകും. 1.25 ലക്ഷം രൂപ വരുമാനം കിട്ടും. സുഹൃത്തുക്കളെ, 1.25 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന സമൂഹത്തിലെ എക്സിക്യൂട്ടീവ് പോസ്റ്റ്, കളക്ടർമാരുടെ പോസ്റ്റ് കേരളത്തിൽ 14 വേക്കൻസിയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 880 ഫാമിലിക്ക് ഒരു എമറാൾഡ് എന്ന കണക്കിൽ വേക്കൻസി ഉണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ആർസിഎമ്മിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ എത്ര എമറാൾഡുമാരുണ്ടാകും, എത്ര സ്റ്റാർ എമറാൾഡുമാരുണ്ടാകും, എത്ര ഡയമണ്ടുമാരുണ്ടാകും. അത് നമുക്ക് കാണാൻ കഴിയും. അതാ പറഞ്ഞത്, ഇന്നില്ലാത്തത് നാളെ എങ്ങനെയാകുമെന്ന് കാണാൻ കഴിയുന്നതിനെയാണ് വിഷൻ എന്ന് പറയുക. അത് കാണാൻ പറ്റുന്നവർക്ക് യാതൊരു ആശങ്ക ഉണ്ടാവില്ല. 10-30 കോടി ചെറുപ്പക്കാർ ഇന്ത്യയിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർ, തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഡൽഹിയിൽ നടക്കുന്ന പ്രപഞ്ചം. എന്തുകൊണ്ടാണ്? അവർക്ക് ആശങ്കയാണ്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ്. ഇവിടെ സമരം ചെയ്താൽ തീരും ആശങ്ക.
21 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് 1 ലക്ഷം ആളുകൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. ബാക്കി 20 ലക്ഷം ആളുകൾ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം വീണ്ടും പരീക്ഷ എഴുതും. ആ കോട്ട വീണ്ടും 3-4 ലക്ഷം കൊണ്ട് കൂടും. അങ്ങനെ എണ്ണം കൂടി വരും. അവസരങ്ങൾ കുറഞ്ഞു വരികയും എന്താ പറയാ ആവശ്യക്കാർ കൂടി വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് അവസരം കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടു കൂടി ചങ്കൂറ്റത്തോടു കൂടി പറയാൻ കഴിയും, യെസ് വി ക്യാൻ ഡു ഇറ്റ്. ആ അവസരം കാണിച്ചു കൊടുക്കുന്നതിനുള്ള ആദ്യത്തെ പടിയാണ് 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ശീലം നമുക്കും നമ്മുടെ ടീമിലുള്ളവർക്കും ഇൻകൾക്കേറ്റ് ചെയ്യുക. അതാണ് വേണ്ടത്. ഇന്ന് മുതൽ ഞാനും ഒരു തീരുമാനമെടുക്കുന്നു, 100% ആർസ്യം ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കൂ. ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ തീരുമാനിച്ചിട്ടില്ലാത്ത ആളുകൾ ഇന്ന് തീരുമാനം എടുക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഹാൻഡ് റൈസ് ചെയ്യാം. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതുന്നത് യെസ്, ഇന്ന് മുതൽ ഞാനും 5000 PV ചെയ്തുകൊണ്ട് ഈ ഒരു തീരുമാനത്തിലൂടെ ഈ ഒരു കെട്ടുറപ്പുള്ള ടീമിന്റെ ഭാഗമായിട്ട് ഞാനും മാറും. 2015 ഒക്ടോബറിലാണ് കമ്പനി ഓഗസ്റ്റിലാണ് കമ്പനി ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. 5000 PV ചെയ്യാൻ പറഞ്ഞപ്പോ ഡയമണ്ട് സുരേന്ദ്ര സാറിന് ഞാൻ പറഞ്ഞു, സാറേ 5000 PV എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ സാധനം വാങ്ങിക്കണം. എന്നെ സംബന്ധിച്ച് ഞാനൊരു എമറാൾഡാണ്. ഞാൻ ദിവസം മുഴുവൻ ഓടി നടന്ന് മീറ്റിംഗ് നടത്തുന്ന ആളാണ്. അതിനിടയ്ക്ക് എനിക്കിത് സെയിൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. അദ്ദേഹം എന്നെ സൗമ്യമായി ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കുറച്ചുപേരുടെ കൈ ഉയർന്നു, ബാക്കിയുള്ളവരുടെ കൈ ഉയർന്നില്ല. 5000 ചെയ്യുന്നവര് ഒന്നുകൂടെ കൈ പൊക്കിക്കോളൂ, അപ്പോഴേ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. 5000 PV ചെയ്യുന്നവരും ഇനി ചെയ്തോളാമെന്ന് പറയുന്നവരും ഹാൻഡ് റൈസ് ചെയ്തോളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ചെയ്യാൻ പറ്റാത്തവരാരാണ്, ചെയ്യാത്തവരാരാണ്. അവർ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി ആയിരിക്കും. കുറച്ച് സാധനം വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് വെറും ഉപഭോക്താക്കളായിട്ട് നിൽക്കും. അവർക്ക് ആർസിമിൽ കാര്യമായിട്ടൊന്നും നേടാൻ കഴിയില്ല. അവര് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ആർസിമിന്റെ ഡിസൈൻ അനുസരിച്ചുള്ള നേട്ടം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്റ്റാർട്ട്, ബി ഇൻ ദ ഫ്രണ്ട് ലൈൻ. 5000 PV എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. സാധനം വാങ്ങിച്ച് കട്ടിലടി വെക്കാനല്ല പറയുന്നത്. വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ആർസിമിൽ തന്നെ വാങ്ങുക. മല്ലി, മുളക്, മഞ്ഞൾ, മസാലകൾ, പയറ്, പപ്പടം, എന്താ പറയാ എന്നു വേണ്ട എല്ലാ സാധനവും ഉണ്ട് ആർസിമിൽ. അത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 5000 PV നമുക്ക് വരും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. സോ ബെനിഫിറ്റ് ഓഫ് 5000 PV. 5000 PV ചെയ്ത് എന്താ കിട്ടുക? സത്യത്തിൽ പ്രദീപ് സാറെ പല ആളുകൾക്ക് അറിയില്ല 5000 PV എന്താ കിട്ടുക. ഈ കണക്ക് നിങ്ങൾ നോക്കൂ. 5000 PV ചെയ്യുന്ന ആൾക്ക് പെർഫോമൻസ് ബോണസ് 2% മുതൽ 3 ലക്ഷം എത്തുമ്പോഴേക്കും അവരുടെ പെർഫോമൻസ് ബോണസ് 22% വർദ്ധിക്കും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ 5000 PV ചെയ്യുന്നു, നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ മനസ്സിലായി, നിങ്ങൾ ആളോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്ക് ശേഷം വരുന്നവരും പതുക്കെ പറഞ്ഞ് 70 പേര് 5000 PV ചെയ്യുന്ന ലെവൽ എത്തുമ്പോഴേക്കും 3 ലക്ഷം മുകളിൽ നിങ്ങൾക്ക് എത്തുന്നു. നിങ്ങളുടെ സ്വന്തം പർച്ചേസിന് ആദ്യത്തെ മാസം വെറും 100 രൂപയാണ് പർച്ചേസിന്റെ കമ്മീഷനായിട്ട് കിട്ടിയതെങ്കിൽ നിങ്ങളോടൊപ്പം ഒരാളുകൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസിന് 225 രൂപയായിട്ട് വർദ്ധിക്കും. നിങ്ങളുടെ കൂടെ 2 പേര് കൂടെ 4 പേരായി കഴിയുമ്പോൾ 4 5 20 20000 PV ആകുമ്പോൾ നമ്മൾ പറയും ബിഗിനർ 350 രൂപ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങിക്കുമ്പോൾ 100 രൂപ കിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ശേഷം 3 പേരോട് പർച്ചേസ് ചെയ്യുമ്പോൾ 350 രൂപയായിട്ട് വർദ്ധിക്കും. നിങ്ങൾ 40,000 സ്ലാബിലെത്തുമ്പോൾ 475 രൂപ, അങ്ങനെ 3 ലക്ഷം സ്ലാബിലെത്തുമ്പോൾ നിങ്ങളുടെ സ്വന്തം പർച്ചേസിന് 1100 രൂപ. 5000 PV ചെയ്യുന്ന ആൾക്ക് 1100 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം കിട്ടും. ഒരു മാസം 5000 ചെയ്താൽ എല്ലാ മാസവും കിട്ടുമെന്നല്ല, ചെയ്യുന്ന ഓരോ മാസം കിട്ടും. മാത്രമല്ല ഓരോ 6 മാസം കഴിയുമ്പോഴും 5000 രൂപയുടെ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടും. 5000 രൂപയുടെ പ്രൊഡക്റ്റ് 6 മാസം പറയുമ്പോൾ ഒരു മാസത്തെ കണക്ക് നോക്കിയാൽ 833 രൂപ വീതമായിട്ട് വരുന്നു. നോക്കൂ, 5000 PVയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കണക്ക് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം. വെറും 70 പേര്, വെറും 70 പേര്. കാരണം നമുക്കൊക്കെ ആയിരക്കണക്കിന് ആളുകളുടെ പരിചയമുണ്ട് അല്ലെ. വീട്ടിലൊരു കല്യാണം നടത്തി നമ്മൾ എത്ര പേര് വിളിക്കും? ആയിരക്കണക്കിന് ആളുകൾ വിളിക്കും. നമ്മുടെ പ്രൈമറി ലെവൽ കോണ്ടാക്റ്റിലെ ആളുകൾക്ക് ആർസിമിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, കുറച്ച് ഡെമോ കാണിച്ച്, കുറച്ച് ടെസ്റ്റ് മോണിൽ കാണിച്ച്, കുറച്ച് അവർക്ക് ബോധ്യപ്പെടാൻ അവസരം ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ സൗരചന്ദ്ര സാർ പറയും ബതാന ദിഖാന മഹസൂസ് കറാന,
പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, അവർക്ക് അനുഭവിപ്പിക്കുക. ഗുഡ്സപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പിടുത്തം കിട്ടില്ല, കാണിച്ചു കൊടുത്താലും ഏകദേശം ഐഡിയ ഉണ്ടാവും. പക്ഷെ കലക്കി കഴിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യെസ് അടിപൊളി, പിന്നെ അവർ ഒരിക്കലും ഗുഡ്സപ്പ് വേണ്ടെന്ന് വെക്കില്ല. ഗാർഡൻ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അത് ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു കൊടുത്ത് അത് ഉപയോഗിച്ച് ആൾക്ക് കിട്ടിയ റിസൾട്ടിന്റെ ഒന്ന് രണ്ട് വീഡിയോ ഫോട്ടോ കാണിച്ചു കഴിയുമ്പോൾ കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഗാർഡൻ ഗോൾഡ് ആവശ്യം വരും. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതിന് കാരണം എന്താണ്? ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ബോധ്യമാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ തയ്യാറായത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് 5000 PV അല്ല, 5000 PV ചെയ്യുന്നില്ലാത്ത ഒരു അസോസിയേറ്റ് ബയ്യർ ഒരു അഭിമാന RCM കുടുംബാംഗമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം RCMൽ ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടും അറിവില്ലാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ, ഇത് രണ്ടാണ്. RCMനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അവരുടെ പണം പാഴാക്കി കളയുന്നു. അതുണ്ടാവാൻ നമ്മൾ ഇടവരുത്തരുത്. സോ 5000 PV, അതാ പറഞ്ഞ മാജിക് ഓഫ് 5000. ഞാൻ പറഞ്ഞു 880 പേര് 5000 PV ചെയ്താൽ യു വിൽ ബിക്കം ആൻ എമറാൾഡ്. എത്ര എമറാൾഡ് വേക്കൻസി ഉണ്ട്? നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പഞ്ചായത്തിന്റെ 2ഓ 3ഓ വാർഡിലുള്ള വീടുകളിൽ മുഴുവൻ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരു എമറാൾഡ് അവിടെ ക്രിയേറ്റ് ആകും. പണ്ട് കേരളത്തിൽ വന്നപ്പോൾ പ്രിയങ്ക മാഡം പറഞ്ഞു, മൂർത്തിജി, കേരളത്തിന്റെ ആളുകളുടെ ടീമിന്റെ ഈ പ്രസരിപ്പും ഉത്സാഹവും കാണുമ്പോൾ ഞാൻ കാണുന്നത് വരും കാലങ്ങളിൽ ഒരു കാലം വരും, കേരളത്തിലെ ബിസിനസ് ഒരു വശത്തും റെസ്റ്റ് ഓഫ് ഇന്ത്യ മറുവശത്തുമായിട്ടുള്ള ആരോഗ്യകരമായൊരു മത്സരമാണ് ഞാൻ കാണുന്നത് എന്നാണ് വരും കാലങ്ങളിൽ. യെസ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹെൽത്ത് കാർഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇന്ന് ഒരു മാസം ഏതാണ്ട് 8 ലക്ഷത്തിൽ പരം പാക്കറ്റ് ഹെൽത്ത് കാർഡ് ഉപയോഗിക്കുന്ന തരത്തിൽ കേരളത്തിലെ ഹെൽത്ത് കാർഡിന് ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ലീഡേഴ്സ് അതിനെ പ്രൊമോട്ട് ചെയ്ത് ആളുകളുടെ ഇടയിൽ അത്ര വലിയൊരു സ്വീകാര്യത സൃഷ്ടിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കണം. വി ഷുഡ് ഫീൽ പ്രൗഡ്. അങ്ങനെ ഒരു ടീമിന്റെ ഭാഗമായി RCMൽ വരാൻ കഴിഞ്ഞത് നമ്മുടെ മുജ്ജന്മ സൗഹൃദം എന്ന് ഞാൻ പറയും. നമുക്ക് വരും തലമുറകൾക്ക് ആസ്വദിക്കാൻ RCM തരുന്ന അവസരത്തെ എന്താ പറയാ, നിസ്സംഗതയോടുകൂടി തട്ടിക്കളയരുത്. യൂസ് ദ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു 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 സ്ലൈഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇന്ത്യയിലെ പ്രിവിലേജിൽ ക്ലാസ് ആളുകൾക്ക് മാത്രമാണ് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ അവസരമുള്ളത്. ഡിഫൻസുകാർക്ക് CSD ക്യാൻറ്റീൻ ഉണ്ട്, MP മാർക്കും MLA മാർക്കും ഒക്കെ അവിടെയുള്ള സൗകര്യങ്ങൾ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും. ഡിഫൻസ് ഫോഴ്സിലുള്ള ആളുകൾക്ക് കിട്ടും. വലിയ വലിയ കമ്പനിക്കാർക്ക് അവരുടെ ക്യാൻറ്റീൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാർക്ക് എവിടെയാണ് ക്യാൻറ്റീൻ സൗകര്യം ഉള്ളത്? സുഹൃത്തുക്കളെ, ഞാൻ ഡിഫൻസുകാരനായിട്ടും കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഒരു ക്യാൻറ്റീനിലും പോയിട്ടില്ല. കാരണം ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ കുറഞ്ഞ വിലയ്ക്ക് അതിനേക്കാൾ എത്രയോ മികച്ച സാധനം എനിക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് പ്രിവിലേജ്ഡ് പർച്ചേസ് ഫോർ ഓൾ ഇന്ത്യൻസ്. അതാണ് RCM തരുന്ന ഓപ്പർച്യൂണിറ്റി. ആ 5000 PVയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റും ഈ വില വ്യത്യാസവും ഇതിന്റെ മേന്മയും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളുടെ അല്പം സമയം കണ്ടെത്തിയാൽ, അല്പം ഫോക്കസ്ഡായിട്ട് പെരുമാറിയാൽ തീർച്ചയായിട്ടും ആളുകളിലേക്ക് ഇത് വളരെ വേഗത്തിലെത്തും. ലക്ഷ്യം നിങ്ങളുടേത് വളരെ ക്ലിയർ ആയിരിക്കണം. വെറുതെ ഹെൽത്ത് കാർഡ് വാങ്ങി ഉപയോഗിക്കാനും ന്യൂട്രിചാർജ് BJ വാങ്ങിച്ച് മുട്ടിന്റെ വേദന മാറ്റാനും കുറച്ച് ഹരിതജീവി ഉപയോഗിച്ച് കപ്പ കൃഷി ചെയ്യാനും ആവരുത് നമ്മുടെ ലക്ഷ്യം. ഇന്ന് RCMലുള്ള ഏറ്റവും ഉയർന്ന പിന്നെന്ന് പറയുന്നത് സ്റ്റാർ ഡയമണ്ട് ആണ്. ഞാൻ പറയുന്നു, RCMലുള്ള എന്റെ ടീമിലുള്ള ആളുകൾക്ക് വേണ്ടി ആയിരിക്കും RCMനെ പുതിയ പിന്നെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കാരണം ചുറുചുറുക്കുള്ള ടെക് സേവി ആയിട്ടുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, വിഷണറി ആയിട്ടുള്ള ചെറുപ്പക്കാർ ഇഷ്ടം പോലെ RCMലേക്ക് വരും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുന്നത് തീർച്ചയായിട്ടും നല്ല എന്താ പറയാ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന, നല്ല രീതിയിൽ ടീമിനെ നയിക്കുന്ന ലീഡേഴ്സിനൊപ്പമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ എന്റെ ടീമിൽ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആർക്കു വേണ്ടി ആയിരിക്കും കമ്പനി പുതിയ പിന്നെ ഡിസൈൻ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. യെസ്, ആ പിൻ ഞാൻ കരസ്ഥമാക്കുമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലക്ഷ്യം വെക്കാം. അതായിരിക്കാം നമ്മുടെ ലക്ഷ്യം, ഏറ്റവും ഉയർന്ന ലക്ഷ്യം. അതിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ്. ആ ഫോക്കസ് അങ്ങനെയാവണം. ഞാൻ മുമ്പേ കീസോളിന്റെ വർക്ക്ഷോപ്പിനെ കുറിച്ച് പറഞ്ഞു. ഔട്ട്ലെറ്റ് നടത്തുന്ന ആളുകൾക്ക്, KSO നടത്തുന്ന ആളുകൾക്ക് 1500 രൂപയുടെ സെയില് ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും ചെയ്തുകൊണ്ട് അവർക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട്ലെറ്റ് നടത്തുന്ന ആളുകൾ ഇത് അറിയിക്കണം. കാരണം വാട്സപ്പിലും ഇതുപോലെ സൂം പ്രോഗ്രാമിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണമെന്നില്ല. 2000-ഓളം ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട്, KSOകൾ ഉൾപ്പെടെ.
സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ ടീമിലുള്ളവരും നിങ്ങൾക്ക് പരിചയക്കാരോടും പറഞ്ഞ് ഈ നല്ല സന്ദേശം അവരിലേക്ക് എത്തിക്കുക. കാരണം പ്രിയങ്ക മാഡം പറയുന്നത് സ്ത്രീകളെ എന്താണ് പറയാ, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ആർസ്യം തരുന്ന ഏറ്റവും എളുപ്പ വഴിയാണ് കീസോൾ. കീസോൾ ഹേ തോ മുംകിൻ ഹേ. കീസ് ഉണ്ടെങ്കിൽ എല്ലാം നേടാം. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി 16-ാം തീയതിയും പ്രിയങ്ക മാഡത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയായ സ്പെഷ്യൽ വുമൺ അക്കാദമി പിൽവാരയിലെ യാഥാർത്ഥ്യമാകുന്നു. 2023 നടന്ന ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ശേഷം വീണ്ടും ഒരിക്കൽ കൂടി പിൽവാരയിൽ ഒരു സ്ത്രീ കൂട്ടായ്മ. ഇത്തവണത്തെ പ്രത്യേകത സ്ത്രീകൾക്ക് മാത്രം റെക്കഗ്നിഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും കഴിയും. എല്ലാവരും വരണം. സ്ത്രീകൾക്ക് ആർസ്യം കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്ന് കണ്ടറിയാൻ പുരുഷന്മാരും കുടുംബാംഗങ്ങളോടൊപ്പം സ്ത്രീകളോടും അവിടെ എത്താനാണ് മാഡം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ പോകുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട് കുടുംബസമേതം. ഞാനും വൈഫ് അഖിലയും മകൻ ഹരിയും ഞങ്ങൾ 3 പേരും പോകുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ടിക്കറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ എത്തും എന്നുള്ള കാര്യം കമ്പനിയിൽ അറിയിച്ചു കഴിഞ്ഞു. വളരെ ത്രില്ലാണ്. ആ പ്രോഗ്രാം അനൗൺസ് ചെയ്ത് അന്ന് മുതൽ ഞാൻ പറയുകയാണ്, കേരളത്തിൽ നിന്ന് ധാരാളം പേര് പോകുന്നുണ്ട്. പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ കലാപരിപാടി അവതരിപ്പിക്കാനും മറ്റു പല മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അസുലഭ അവസരം കിട്ടും. നാഷണൽ ലെവലില് നമുക്കൊരു എന്താ പറയുക, ഐഡന്റിറ്റി ഉണ്ടാകാനും റെക്കഗ്നിഷൻ കിട്ടാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. വളരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആയിരിക്കും അവിടെ ചെയ്തിരിക്കുന്നത്. ഹരിതജീവനയുടെ ഡയറക്ടർ ഷിരോഡ സാർ പറഞ്ഞു, അവര് 2 ദിവസം മുമ്പ് തന്നെ അവിടെ എത്തുന്നുണ്ട്. എന്തിനു വേണ്ടി? ഹരിതസജീവയുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുകൊണ്ട് എങ്ങനെ കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നും ഓരോ തരത്തിലുള്ള ചെടികൾക്ക് എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ വരുന്ന സ്ത്രീകൾക്ക് കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ 2 ദിവസം മുമ്പ് തന്നെ അവിടെ ശില്പശാല അവർ തുടങ്ങുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞ് 2 ദിവസം കൂടെ അവരുണ്ടാകും. കാരണം വരുന്നത് മുഴുവൻ സ്ത്രീകളാണ്. ആരോഗ്യമാണ് ആർസ്യമിന്റെ ലക്ഷ്യമെങ്കിൽ വീട്ടിലേക്ക് അനാരോഗ്യം കൊണ്ടുവരുന്ന ആദ്യത്തെ വഴി വിഷമുള്ള പച്ചക്കറികളാണെങ്കിൽ സ്വന്തമായി വീട്ടിൽ ആരോഗ്യദായകമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശില്പശാല പോലും അവിടെ തയ്യാറാക്കിയിരിക്കുന്നു. എത്ര വലിയ തയ്യാറെടുപ്പെന്നറിയോ? ഞാൻ പറഞ്ഞത്, ഇനിയും പോകാൻ തീരുമാനിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പോകാൻ സമയമുണ്ട്. നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. മംഗള എക്സ്പ്രസ് ഇന്ന് ഞാൻ നോക്കി, സാധാരണ നമ്മൾ ബിൽവാരിക്ക് പോകുന്ന അതേ റൂട്ടിൽ ആഗ്രയിൽ ഇറങ്ങി ആഗ്രയിൽ നിന്ന് അടുത്ത ട്രെയിനിൽ നമുക്ക് ബിൽവാരിക്ക് എത്താവുന്ന തരത്തിൽ ഇപ്പോഴും ടിക്കറ്റ് ലഭ്യമാണ്. പല വഴികളുണ്ട്. എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇന്ന് ടെക്നോളജി വളർന്നിരിക്കുന്നു, യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ആളുകളായിട്ട് കണക്ടിവിറ്റി മെച്ചപ്പെട്ടിരിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. എവിടെയും ആർക്കും ഒറ്റയ്ക്ക് വേണമെങ്കിലും പോകാം. അവനവൻ എടുക്കുന്ന തീരുമാനത്തിനായിരിക്കും ഏറ്റവും ശക്തി. സോ ഇതിൽ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു. യെസ്, 2500 PV ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും ചെയ്തുകൊണ്ട് ഏതൊരു അസോസിയേറ്റ് പേർക്കും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഏറ്റവും അടുത്ത വരാൻ പോകുന്ന ഒരു ടാർഗറ്റ് എന്ന നിലയ്ക്ക് ഞാനിത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഗുഡ് ഡോട്ടിന്റെ പ്രൊമോഷന്റെ ഭാഗമായി റസോയി എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. 2500 രൂപയുടെ കീസോൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഉടാൻ അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടാവും. അങ്ങനെ പല അവസരങ്ങളുമുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. ഇത് ആ സ്ലൈഡിനോടൊപ്പം ഒന്ന് കാണിച്ചെന്ന് മാത്രമേ പല ആളുകൾക്കും അറിയില്ല. PUCകൾക്ക് വണ്ടർവെളിക്കൊക്കെ 2 ലക്ഷത്തിൽ കൂടുതൽ ആവറേജ് സെയിൽ ചെയ്യുകയും 6 മാസം കൊണ്ട് 12 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ചെയ്യുകയും ചെയ്താൽ 1% എക്സ്ട്രാ ഇൻസെന്റീവ് കിട്ടും. 25 ലക്ഷത്തിൽ കൂടുതൽ 6 മാസം കൊണ്ട് ടേൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1.5% ഇൻസെന്റീവ് കിട്ടും. പക്ഷെ KSOക്കാർക്ക് എത്രയാ കിട്ടുന്ന സാറേ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അതുകൊണ്ട് ഇതൊന്ന് കാണിച്ചതാണ്. എഴുതി വെച്ചോളൂ. KSOക്കാർക്ക് എക്സ്ട്രാ ഇൻസെന്റീവ് കിട്ടാൻ 3 ലക്ഷത്തിന്റെ സെയില് 6 മാസം കൊണ്ട് മതി. ഏപ്രിൽ ടു സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ടു മാർച്ച്. അത് 5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവർക്ക് 1.5% എക്സ്ട്രാ ഇൻസെന്റീവ് കിട്ടും. ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കീസോൾ പ്രൊഡക്റ്റുകൾക്ക് 10% ബേസിക് കമ്മീഷൻ. ആർസിമില് ഔട്ട്ലെറ്റുകൾക്ക് FMCG ഉൽപ്പന്നങ്ങൾക്ക് 8% കൊടുക്കുമ്പോൾ, ആട്ടയ്ക്കും എണ്ണയ്ക്കും 7% കൊടുക്കുമ്പോൾ, നോൺ FMCGയിൽ കാറ്റിൽപ്പെടുത്തിക്കൊണ്ട് കീസോൾ പ്രൊഡക്റ്റുകൾക്ക് 10% ബേസിക് കമ്മീഷൻ. അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഇൻസെന്റീവ് കിട്ടും. മാത്രമല്ല പർച്ചേസ്, ഓരോ ക്വാർട്ടർലി 3 മാസത്തെ പർച്ചേസ്, അത് 3 മാസത്തേക്കാൾ കൂടുതൽ 10% എക്സ്ട്രാ പർച്ചേസ് ചെയ്താൽ 1%, 20% പർച്ചേസ് ചെയ്താൽ 2% പർച്ചേസ് കമ്മീഷൻ എക്സ്ട്രാ കിട്ടും. അങ്ങനെ പലവിധ സൗകര്യങ്ങളും സൗജന്യങ്ങളും ആർസിമിലുണ്ട്. ഇതും കൂടെ മനസ്സിലാക്കുക. സോ നെല്ലും പതിരും, അതായിരുന്നു നമ്മുടെ സബ്ജക്ട്.
എന്ത് ചെയ്യണം? നമ്മൾ ആരാകണം, നമ്മുടെ ടീമിലുള്ളവർ എങ്ങനെയാകണം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഫോക്കസ്. ആളുകൾ പലതും പറയും, അത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോകരുത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മുതിർന്നവർ പഠിച്ച ഒരു ഒരു ഉപപാഠ പുസ്തകത്തിലെ ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? ഒത്തിരി ആളുകൾ കേട്ടിട്ടുള്ളതാണ്, എന്നാലും ഈ സമയത്ത് അതൊന്ന് പറയുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു പറയുകയാണ്. ഒരു അച്ഛനും മകനും കൂടെ കഴുതയെ ചുമന്ന കഥ. ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ്, പണ്ടൊക്കെ ചുമട് ചുമക്കാനാണ് കഴുത ഉപയോഗിക്കുന്നത്. അവർക്കൊരു നല്ല കഴുത ഉണ്ടായിരുന്നു. അച്ഛനും മകനും കൂടെ ആ കഴുതയും കൊണ്ട് ചന്തയിലേക്ക് പോവുകയാണ്. നടന്നു പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാൽക്കവലകൾ കാണും. ഈ നാൽക്കവലയിൽ ആളുകൾ ഒരു പണിയില്ലാതെ വായി നോക്കിയിരുന്ന് വർത്താനം പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അപവാദം പറഞ്ഞിരിക്കുന്ന ആളുകൾ കാണും. അങ്ങനെ ഇവര് നടന്നൊരു കവലയിൽ എത്തിയപ്പോൾ അവരവിടെ നിന്ന് കൈയടിച്ച് ചിരിച്ചോണ്ട് പറഞ്ഞു, ഇതാ പോകുന്നൊരു ഒരു കഴുതയും കൊണ്ട് 2 കഴുതകൾ പോകുന്നു. അപ്പൊ ഇവര് ചോദിച്ചത്, എന്താ നിങ്ങൾ ഞങ്ങളെ രാവിലെ കഴുത എന്ന് വിളിക്കുന്നത്? കണ്ടാ മനസ്സിലാവില്ലേ, ഞങ്ങൾ കഴുതയല്ല, ഞങ്ങൾ മനുഷ്യരാണ്, ഈ കഴുതയുടെ ഉടമസ്ഥരാണ് ഞങ്ങൾ. അദ്ദേഹം അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ മനുഷ്യരാണെന്ന്. ഇടാവുപേ, കഴുത ചുമട് ചുമക്കാനല്ലേ. ഈ കഴുതയും കൊണ്ട് വെറുതെ നിങ്ങൾ നടന്നുപോയി വെയിലത്ത് നിങ്ങൾ വെയിൽ കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് കഴുതപ്പുറത്ത് കയറിപ്പോയി കൂടെ? ഓ, അത് ശരിയാണ്, എന്നാ ആയിക്കോട്ടെ, നമുക്ക് കഴുതപ്പുറത്ത് കയറിയേക്കാം. അവർ രണ്ടുപേരും കൂടെ കഴുതപ്പുറത്ത് കയറി. അങ്ങനെ പോകുമ്പോഴുണ്ട്, അടുത്തൊരു കവലയിൽ ചെന്നപ്പം അവിടെ കുറെ ആളിരിക്കുന്നു. അവർ പറഞ്ഞു, ഇതാ വരുന്ന ഒരു കഴുത, അതിന് പുറത്ത് 2 കോവർ കഴുതകൾ. അപ്പൊ അവര് ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ ഞങ്ങളെ കഴുതെന്ന് വിളിക്കുന്നത്? പിന്നെ അല്ലാതെ നിങ്ങളെ എന്ത് വിളിക്കണം? ഈ വെയിലത്ത് ആ മിണ്ടാപ്രാണിയുടെ മുകളിൽ നിങ്ങൾ 2 കടാമുട്ടന്മാര് കയറി ഇരുന്നാൽ അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ദുഷ്ടന്മാർ, നിങ്ങളെ പിന്നെ കോവർ കഴുതെന്ന് എന്താ വിളിക്കുക? അത് ചത്തുപോകില്ലേ എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞിടാ മോനെ, നീ ഇറങ്ങും, ഇനിയിപ്പോ അതായിക്കോട്ടെ, ഓക്കെ. അങ്ങനെ നടന്നു. അങ്ങനെ പോയി അടുത്ത ജംഗ്ഷൻ എത്തിയപ്പോണ്ട് വീണ്ടും കുറെ ആളുകൾ അവിടെ ഇരിക്കുന്നു. അവര് പറയുന്നു, ഇതാ ഒരു കഴുത, ആ കഴുതപ്പുറത്ത് ഒരു മഹാകഴുത, പുറകെ ഒരു കോവർ കഴുത. ഇനി എന്ത് ചെയ്യും? അവർ ചോദിച്ചത്, എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ താൻ എന്താ അച്ഛനാണ്, മകനെ ഇങ്ങനെ വെയിൽ ഒളിച്ചുകൊണ്ട് താൻ ഇങ്ങനെ സിമ്പിളനായിട്ട് കഴുതപ്പുറത്ത് പോവാ, നിനക്ക് നാണല്ലേ? പിള്ളേരാണ് വെയിൽ ഒളിക്കേണ്ടത്, താൻ എന്താ അച്ഛനാണ്, ഇറങ്ങി നടക്ക്, അതല്ലേ ശരി. ഉടനെ അച്ഛൻ പറഞ്ഞു, എന്നാ ശരി മോനെ, നീ കയറിയിരുന്നു. അങ്ങനെ ഇരുന്ന് അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ വീണ്ടും അവിടെ കുറെ ആളുകൾ. അവര് ഇത് തന്നെ പറയുന്നു, ഒരു കഴുത, അതിനപ്പുറത്തൊരു കോഴ കഴുത, ഒരു മഹാകഴുത പുറകെ. അപ്പൊ അവർ വീണ്ടും ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഇവര് പറഞ്ഞു, മോനോട് പറഞ്ഞു, നീ എന്ത് മകനാണ്? എടാ, അച്ഛനോട് ബഹുമാനം ഉണ്ടെങ്കിൽ, അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛനെ വെയിൽ ഒളിക്കോ? നീ ചെറുപ്പമല്ലേ, നിനക്ക് നടന്നുകൂടെ? ഇവരാകപ്പാടെ കുടുങ്ങി. അച്ഛനും കഴുതപ്പുറത്ത് കയറാൻ മേല, മകനും കയറാൻ മേല, 2 പേർക്കും കൂടെ കയറാൻ മേല. ഇനി എന്ത് ചെയ്യും? അപ്പൊ അവര് വിചാരിച്ചു, ഇനി ആളുകളെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. ഒരു വലിയ വടി എടുത്തുകൊണ്ട് വന്ന് ആ കഴുതയുടെ കാല് കൂട്ടിക്കെട്ടി, മുമ്പിലത്തെ 2 കാലും പുറത്തെ 2 കാലും കൂട്ടിക്കെട്ടി, അതിനിടയ്ക്കൂടെ ഒരു കമ്പ് കടത്തിയിട്ട് ഒരു ഭാഗം അച്ഛന്റെ തോളിലും മറുഭാഗം മകന്റെ തോളിലും വെച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു. ഇനി ആരും പറയല്ലോ. അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ ഇവർക്ക് ചെറിയ ഒരു തോട് കടന്നു വേണം പോകാൻ. ആ തോടിന്റെ മുകളിലൂടെ തടി കൊണ്ടൊരു പാലമുണ്ട്. ആ പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കഴുതയുടെ കഴുത്ത് താഴേക്ക് തൂങ്ങി കിടക്കുക. നിങ്ങളത് കാണണം, ഇമാജിൻ ചെയ്യണം. കഴുത ഇങ്ങനെ നോക്കുമ്പോൾ ആ വെള്ളത്തിൽ അതിന്റെ പ്രതിബിംബം കണ്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭീകര ജീവി. കഴുതയുടെ നിഴലും ഇവരുടെ നിഴലും എല്ലാം കൂടെ കണ്ടപ്പോൾ കഴുതയ്ക്ക് തോന്നി ഇത് എന്തോ വലിയ ഒരു ജീവിയാണ്. കഴുത ഒന്ന് പെടഞ്ഞു. ഇതാ കിടക്കുന്നു കഴുതയും അച്ഛനും മകനും കൂടെ വെള്ളത്തിൽ. ഞാൻ പറഞ്ഞത്, അവരും പറയുന്നത് കേട്ട് നടന്നാൽ നമ്മുടെയും ഗതി അധോഗതി ആയിരിക്കും. ആർസെവിലാണെങ്കിൽ ആർസെവിൽ സക്സസ് ആയ ആളുകൾ പറയുന്നത് കേട്ട് അവരെ മാതൃകയാക്കി മുമ്പോട്ട് പോകണം. അല്ലാതെ അവരും പറയുന്നത് കേട്ട് പോയി കഴിഞ്ഞാൽ കഴുത ചുമന്ന പോലെ വെള്ളത്തിൽ വീണ് അധോഗതിയാകും. അതുണ്ടാവാതിരിക്കട്ടെ. 26 വർഷം പിന്നിട്ട നമ്പർ 1 സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. JRC.